മലബാർ കോൺക്ലേവ് ആദ്യം തന്നെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുക. ഞങ്ങൾ ഈ പോസ്റ്റൊക്കെ ഇടുമ്പോൾ ചന്ദ്രകി മലബാറും കേരളത്തിലല്ലേ, തിരുവനന്തപുരത്ത് മാത്രം മതിയോ ഇതൊക്കെ, കൊച്ചിയിൽ മാത്രം മതിയോ എന്നൊക്കെ ചില പ്രതികരണങ്ങൾ വരും. എന്നാൽ നമ്മുടെ ഒരു പ്രത്യേകത, യഥാർത്ഥത്തിൽ എല്ലായിടത്തും ഇപ്പോൾ വ്യവസായം വരുന്നു എന്നുള്ളതാണ്. കേരളം ലോകത്തിലെ ഏറ്റവും വലിയ നഗരമാണ്. ഇത് മൊത്തത്തിലൊരു നഗരമാണ് കേരളം. ന്യൂയോർക്ക് എടുത്താൽ സിറ്റി കഴിഞ്ഞാൽ പിന്നെ കുറേ ദൂരം കഴിഞ്ഞായിരിക്കും അടുത്ത് കാണാം. ഇന്ത്യയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ഒരു നഗരം കഴിഞ്ഞ് അടുത്ത നഗരത്തിലേക്ക് എത്രയോ കിലോമീറ്ററുകൾ താണ്ടേണ്ടി വരും. ഇവിടെ ഹൈവേ പോയാൽ കെട്ടിടമില്ലാത്ത ഒരു സെൻറ്റിമീറ്റർ കാണാൻ പറ്റില്ല. അത്യപൂർവമായിട്ട് തന്നെ ഇവിടെ കൃഷി എന്തെങ്കിലും ഉണ്ടോ? മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ കേരളം ലോകത്തിലെ ഏറ്റവും വലിയ നഗരമാണ്. ഇപ്പോൾ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഈ മൊത്തത്തിലുള്ള കേരളത്തെയാണ്. ദാവോസിന് ഞങ്ങൾ 3.5 ദിവസം കൊണ്ട് 71 പ്രോഗ്രാമായി ചെന്നിറങ്ങി. നേരെ -10, -12 നമ്മുടെ ആളുകൾ ഇവർ 10 കോടിയായിട്ട് പോയിട്ടുണ്ടല്ലോ നാട്ടിലാണ് നമ്മുടെ പത്രക്കാരുടെ 7 കോടി കൊടുത്തിട്ട് നമുക്കൊരു ചെറിയ സ്റ്റോൾ അവിടെ കിട്ടുന്നത് യൂണിയൻ ഗവൺമെൻറ്. ഇപ്പം നമ്മുടെ ഒരു സ്റ്റേറ്റ് ആണെങ്കിൽ ഒരു മാസമായിട്ട് ഒരു 10-20 പേര് അവിടെ ഉണ്ട്. ഒരു ഹോട്ടലിൽ 2 നില അവരുടെയില്ല. ഇവിടെ നിന്നൊരു ഹോട്ടൽ അവർ കൊണ്ടുപോയിട്ടുണ്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ. അവരുണ്ടാക്കുന്നതിൻ്റെ ഒരു വിഹിതത്തിൽ നിന്നാണ് ഞങ്ങളൊക്കെ രാവിലെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കഴിക്കുന്നത്. പിന്നെ ഒരു കോൺഫറൻസ് ഹോൾ എടുത്തേക്കാം. ഞങ്ങൾ 2 പേരും കൂടി ഒരു ചെറിയ വീട്ടിലാണ് വാടകയ്ക്ക് എടുത്തിട്ട് കുറേ ദൂരെ. കാരണം ഹോട്ടലാകുമ്പോൾ ഭയങ്കര വാടകയാണ്. വേറെ സ്റ്റേറ്റാണെങ്കിൽ ഉദ്യോഗസ്ഥന്മാരൊരു മാസമായിട്ടുണ്ട് അവിടെ. ഞാനിപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ നമ്മുടെ നാട്ടിൽ പൊതുവെ ഈ മാധ്യമങ്ങൾക്ക് വ്യവസായ വളർച്ചയോടും കേരളത്തോടും വലിയ താല്പര്യമില്ല. ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഒറ്റ ദൃശ്യമാധ്യമ ക്യാമറയും കാണാനേ ഇല്ല. അതൊരു അത്യത്ഭുതകരമായ കാര്യം. മലബാറിൻ്റെ ഒരു വ്യവസായ ആരെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല, ഒരു ചാനലും കണ്ടില്ല. ഇപ്പം എന്തെങ്കിലും ചെറിയ വാർത്ത ഉണ്ടായിട്ടുണ്ടോ അവരെൻ്റെ പുറകെയായിരിക്കും. സെൻസേഷനിസ്റ്റ് ആണല്ലോ നമ്മൾ. കടുവ എങ്ങാനും വന്നിട്ടുണ്ടോ അറിയുന്നു. കഴിഞ്ഞ ദിവസം ഇൻഫോസിസിൻ്റെ അകത്ത് ബാംഗ്ലൂർ കടുവ. ഒരാളെനിക്ക് രസകരമായ കമൻ്റ് ഇട്ടാണ്, തിരിച്ച് കടുവ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നില്ല ക്യാമ്പസിൽ. അപ്പോൾ ആരോ പറഞ്ഞവിടെ പിടിച്ച് ജോലി ചെയ്യിപ്പിക്കുകയായിരിക്കും. ഇത്ര മണിക്കൂർ ജോലി ചെയ്യണമെന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് അവിടെ പിടിച്ചിട്ടുണ്ടോ എന്ന മറ്റുള്ള കമൻ്റ് വരികയില്ലേ. മൊത്തത്തിൽ എല്ലായിടത്തും എങ്ങനെയാണ് വ്യവസായം വളരുന്നത്. അപ്പോൾ കണ്ണൂർ കഴിഞ്ഞ ദിവസം ഞാൻ വന്ന്, എൻ്റെ ആളിവിടെ എൻ്റെ കൂടെ ഫ്ലൈറ്റിലുണ്ടായതുകൊണ്ട് എത്തിയിരുന്നോന്ന് അറിയില്ല. വലിയ വെളിച്ചം അവിടെ 12 ഏക്കറിൽ ഒരു പാർട്ടീഷൻ ബോർഡിൻ്റെ കമ്പനി ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം ഞങ്ങളുടെ മീറ്റ് ദ ഇൻവെസ്റ്റർ എന്ന പരിപാടിയുണ്ട്. നിങ്ങളുടെ പ്രൊപ്പോസലായി വന്നാൽ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കേൾക്കും. പ്രൊസീഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ഹാൻഡ് ഹോൾഡിന് ഒരാളെ ഏൽപ്പിക്കും. അപ്പോൾ അദ്ദേഹത്തോട് സ്ഥലം വേണം. അപ്പോൾ നമ്മുടെ അധികം സ്ഥലമില്ല, തിരുവനന്തപുരത്ത് നിന്ന് അപ്പോൾ അത്ര സ്ഥലം വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഒരു സ്ഥലമുള്ളത് വടക്കാണ്. കണ്ണൂർ നല്ല സ്ഥലമുണ്ട്, വലിയ വെളിച്ചം, നിങ്ങൾ പോയി നോക്ക്. എന്നാൽ ശരി, ഞാൻ പോയി നോക്കാമെന്നു. പിറ്റേ ദിവസം തിരിച്ചാൾ ഓടി ഓഫീസിൽ വന്നു. സാർ അത് ശരിയാവില്ല എന്നൊക്കെ. ഞാൻ ചെന്നു, അവിടെ മൊത്തം കുറുക്കനാ, ഒരു സ്ഥാപനവും ഇല്ല അവിടെ, വലിയ വെളിച്ചം. അപ്പോൾ 96 നയനരുടെ സമയത്ത് തുടങ്ങിയത്. ആകെ അവിടെ വന്നത് റെപ്കോയും പിന്നെ കാംകോയും 2. അത് പിന്നെ നിർത്തി. ഞാൻ പറഞ്ഞു, അല്ല ഈ വിലയ്ക്ക് അവിടെയാണ് കിട്ടുക, നല്ല വളർച്ചയുണ്ടോ നിങ്ങൾ നോക്ക്. ഇപ്പോൾ ചെറുപ്പക്കാരനാണ്, വളരെ കഠിനാധ്വാനം ചെയ്ത് വളർന്ന ആളാണ്, ഗൾഫിലൊക്കെ പോയി. ഇപ്പോൾ നിങ്ങൾ ഈ എല്ലാ ഘട്ടം മറികടന്നതല്ലേ, അവിടെ പോയി നോക്ക്. ഇപ്പോൾ 12 ഏക്കറിൽ മരക്കഷ്ണം ഇട്ടാൽ പൊടിച്ച് 1 മണിക്കൂർ കൃത്യം കഴിയുമ്പോൾ പാർട്ടീഷൻ ബോർഡ് പുറത്തേക്ക് വരും. 12 ഏക്കറിൽ ഗ്രീൻ ക്യാമ്പസാണ്. പഴയ ഇപ്പോൾ വലിയ വെളിച്ചം അതിനടുത്ത് നമ്മുടെ സ്റ്റീൽ കമ്പനി കൊടുത്തു. നമ്മൾ
മീനാർ സ്റ്റീൽ ഏറ്റവും വലിയ കമ്പനിയാണ്. അപ്പോൾ അവിടെ വന്നപ്പോൾ ചിലർ നിവേദനം വന്നെനിക്ക് ഇവിടെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകാൻ ഇടയുണ്ട്, ഇതിങ്ങനെ ഇന്ന കമ്പനി. ഞാൻ പറഞ്ഞു ഇത്രയും കാലത്ത് അടഞ്ഞു കിടന്നിട്ട് ഇവിടെ വ്യവസായം തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് നിങ്ങളാരും നിവേദനമായിട്ട് വന്നില്ലല്ലോ. 96-ൽ ആ ഗവൺമെൻറ് സമയത്ത് എടുത്തിട്ട് വ്യവസായം ഇവിടെ തുടങ്ങണം എന്ന് പറഞ്ഞ് ഏതെങ്കിലും സമരം ഇവിടെ നടന്നോ എന്ന് ഞാൻ ഈ നിവേദനക്കാരെ എടുത്തിട്ട് ചോദിച്ചു. അപ്പോൾ അതില്ല, ഞങ്ങൾ പ്രമേയങ്ങളൊക്കെ പാസ്സാക്കിയിട്ടുണ്ട്. അത്രയും കൊള്ളാം. ഇപ്പോൾ വലിയ വെളിച്ചം മിക്കവാറും ഫുള്ളായി, നല്ല വ്യവസായങ്ങൾ വന്നിരിക്കുകയാണ്. മട്ടന്നൂർ ഇപ്പോൾ നമ്മുടെ STF സെൻറ്റർ കിൻഫ്രയുടെ അലോട്ട്മെൻറ്റ് മിക്കവാറും തീർന്നു, ഫുൾ തീർന്നു കഴിഞ്ഞു. ഇനി സ്ഥലത്തിൻ്റെ അലോട്ട്മെൻ്റ് ഉള്ളൂ. അപ്പോൾ നല്ല പാർക്കാണ് അവിടെ വരുന്നത്. കാസർഗോഡ് ഒരു വർഷം മുമ്പ് ഒറ്റ ദിവസം ഞാൻ 13 കമ്പനി ഉദ്ഘാടനം ചെയ്തു. അനന്തപുരം എസ്റ്റേറ്റ് മഞ്ചേശ്വരത്താണ്, കാട് പിടിച്ച് കിടക്കിയത്. എത്രയും കാലമായി. വേറെ ചില ആളുകളിലൂടെ വന്നിട്ടുണ്ട്. കുറച്ചധികം പേര് വന്നിട്ടുണ്ട്. അന്ന് ഉദ്ഘാടനം ചെയ്യപ്പോൾ ഒരു മഹാരാഷ്ട്രയല്ലേ, ഗുജറാത്തിൽ നിന്ന് ഇവിടെ വന്നിട്ട് വ്യവസായം തുടങ്ങാനായിരിക്കും. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? ഇവിടെ വല്ലവർക്കും തുടങ്ങാൻ പറ്റുമോ? അടുത്താണ് ഇവരെല്ലാം ധർമ്മേഷ് താക്കൂർ അല്ലേ, പട്ടേൽ. ആളുകൾ പറയും ഇവിടെ വല്ലതും നടക്കുമോ? ഗുജറാത്തിലേക്ക് പോകുമോ? അവിടെയല്ലേ, അല്ലെങ്കിൽ മഹാരാഷ്ട്ര, ഗുജറാത്തിൽ അവിടെ മോശമായിട്ടില്ല കേട്ടോ, ഇവിടെ തിരക്കില്ല എന്ന് കണ്ട് അവരിവിടെ തുടങ്ങി. ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് ഞാൻ പോയി 7 ഫാക്ടറി ഉദ്ഘാടനം ചെയ്തു, 6 എണ്ണം കല്ലിട്ടു. 8 ദിവസമേ പറയണം. സൗകര്യം എന്ന് വെച്ചാൽ നമ്മളൊരു ദിവസം പോയി ഒന്നിച്ച് ചെയ്താൽ നമുക്കും സൗകര്യമാണല്ലോ, അല്ലെങ്കിൽ അത്രയും ദിവസം ഓരോന്നിനും പോകേണ്ടി വരുമല്ലോ. അതിലൊരെണ്ണം ഇവരുടെ വന്ദേ ഭാരതിന് അതിൻ്റെ ആൾ വന്നിട്ടുണ്ടോ? നാളെ എത്തിയിട്ടില്ല. വന്ദേ ഭാരതിൻ്റെ, ഇപ്പോൾ വന്ദേ ഭാരതാണല്ലോ, ആർക്കും എത്ര തിടുക്കം എന്ന് ചോദിച്ച ആളുകളൊക്കെ തിടുക്കത്തിൽ വന്ദേ ഭാരതിലെ കയറണം. അപ്പോൾ ആ വന്ദേ ഭാരതിൻ്റെ ഫ്ലോറിങ്ങും ഡോറും ഉണ്ടാക്കുന്നത് ഇനിയിപ്പോൾ കാസർഗോഡ് നിന്നാണ്. കണ്ണൂരിൽ നിന്ന് കയറി ഇന്നില്ല വന്ദേ ഭാരത്. അപ്പോൾ ഇനി കയറുമ്പോൾ നിങ്ങൾ വന്ദേ ഭാരത് കാലെടുത്ത് വയ്ക്കുമ്പോൾ കാസർഗോഡിന് നന്ദി പറഞ്ഞിട്ട് കാലെടുത്ത് വയ്ക്കണം. മഞ്ചേശ്വരത്ത് കാസർഗോഡും വ്യവസായം അങ്ങനെ വരുമെന്ന് ആരും അധികം കണക്കാക്കിയിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് 7 എണ്ണം ഉദ്ഘാടനം, 6 എണ്ണം ഉദ്ഘാടനം, 7 എണ്ണം കല്ലിട്ടു എന്ന് പറഞ്ഞ്, കൂടാതെ വലിയൊരു ഹോസ്പിറ്റൽ ഞാൻ ഉദ്ഘാടനം ചെയ്തു. ഞാൻ ഈ കണക്ക് കൂട്ടാതിരുന്നതാണ്. വലിയ ഒരു ഹോസ്പിറ്റൽ സംവിധാനം. ഇനിയിപ്പോൾ കോഴിക്കോട്ടേക്ക് വന്നാൽ, കോഴിക്കോട് ഞങ്ങൾ ആദ്യം KSIDCയുടെ സോണൽ ഓഫീസ് തുടങ്ങാൻ തീരുമാനിച്ചു. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം വടക്കൻ കേരളത്തിലെ KSIDC പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ആദ്യം ഞങ്ങളൊരു ഓഫീസ് എടുത്തത് സൈബർ പാർക്കിൻ്റെ ഉള്ളിലാണ്. റസാഖൊക്കെ ഉണ്ട് ഇവിടെ. റസാഖൊക്കെ ബോർഡിലുള്ള സമയമാണ്. ഞങ്ങൾ ചെന്നപ്പോൾ നമ്മുടെ സൈബർ പാർക്കിൻ്റെയും ഊരാളെങ്കിൽ പാർക്കും ഉണ്ട് അവിടെ. 2 കൂട്ടരും വന്നു. സാർ, ഇതൊരു ശ്മശാന ഭൂമി പോലെയാണ്, ആരുമില്ല, എങ്ങനെയെങ്കിലും ഒരു ആങ്കർ ഇൻഡസ്ട്രി നിങ്ങൾ തരണം, അല്ലെങ്കിൽ ഇത് പൂട്ടേണ്ടി വരും. കണ്ണൂർ കോഴിക്കോട് ചേംബറിൻ്റെ ആളിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ചേംബറുകാർ നിവേദനമായി വന്നേക്കാണ്, ഉടൻ സ്ഥലം അക്യൂർ ചെയ്യണം. മുഴുവൻ പോയി. ഞങ്ങൾ ആദ്യം ടാറ്റ ലക്സി വന്നപ്പോൾ അവർക്ക് ഒന്ന് കൊടുത്തു അവിടെ. ഇപ്പോൾ പൂർണ്ണമായിട്ട് സ്ഥലം പോയി. ഇനിയിപ്പോൾ കൂടുതൽ സ്ഥലം വരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, തിരുവനന്തപുരം മാത്രം മതിയോ, കൊച്ചി മാത്രം മതിയോ എന്നൊക്കെ ആളുകൾ ചോദിക്കുമ്പോൾ, ഈ വർഷത്തെ KSIDCയുടെ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം 1000 കോടി നമ്മൾ ലോൺ തികച്ചു. അതിൽ 300 കോടി ലോൺ കൊടുത്തത് ഈ കോഴിക്കോട് പുതുതായി തുടങ്ങിയ ഓഫീസിലാണ്, ഈ നോർത്തേൺ മേഖലയിലാണ്. 300, 700-ൽ 300, അല്ല 1000-ൽ 300, ബാക്കി 700 ബാക്കി എല്ലായിടത്തും കൂടി വന്നത്. വലിയ കുതിപ്പാണ്. അവിടെ രാമനാട്ടുകര സ്ഥലം എടുത്തത് 2006 കാലഘട്ടത്തിലാണ്.
എടുത്തത് അങ്ങനെ കിടക്കുകയായിരുന്നു. ഇപ്പോൾ നമ്മളതിൻ്റെ കേസുകൾ ഒത്തിരി കാശ് കൊടുക്കേണ്ടി വന്നു, എങ്കിൽ പോലും കേസുകളൊക്കെ ഒരുവിധം തീർത്തു. STF ഫുൾ പോയി അല്ലേ, കംപ്ലീറ്റ് പോയി. സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി അതിനടുത്ത് തന്നെയാണ്. മലപ്പുറം ജില്ലയിലാണെങ്കിലും കാക്കഞ്ചേരി നമ്മുടെ ഫുഡ് പാർക്ക്, അതും കംപ്ലീറ്റ് പോയി. വീണ്ടും തരി സ്ഥലം ബാക്കിയില്ല. 2006 എടുത്തതാണ് കുറ്റ്യാടി. ഇന്ത്യയിൽ, കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല തേങ്ങയുള്ള സ്ഥലമാണ് കുറ്റ്യാടി. അവിടെ അന്ന് മുതൽ ഇങ്ങനെ കിടക്കുകയാണ്. ഞങ്ങൾ തുടങ്ങി വെച്ചു. സാധാരണ വ്യവസായത്തിന് പറ്റിയ സ്ഥലമല്ലത്. മരം എണ്ണി തീർക്കാനും വിരയിടാനും തന്നെ 1 വർഷം എടുക്കും, അത്രയും മരമുണ്ട്. പക്ഷെ അന്നത്തെ കാലത്തിൻ്റെ പ്രത്യേകത ഒന്നിച്ച് സ്ഥലം കിട്ടുന്ന എടുത്തായിരിക്കാം. ഇപ്പോൾ നമ്മളതിന് ഒരു ഭാഗം വികസിപ്പിച്ചെടുക്കുകയാണ് കുറ്റ്യാടി. ബാക്കി ജോയിൻറ്റ് വെഞ്ചറായിട്ട് മറ്റ് വ്യവസായത്തിൽ നമുക്ക് മാറ്റിയെടുക്കുമ്പോൾ അത്രയും പൈസയ്ക്കൊന്നും അത്രയും ദൂരം ആരും വരില്ല. അപ്പോൾ അവിടെ നല്ല രീതിയിൽ വരികയാണ്. വയനാടെന്ന് എനിക്ക് ചെല്ലാൻ പറ്റിയില്ല. അവിടെ പൊറോട്ട വിദേശത്തേക്ക് മാത്രം കയറ്റിയിരിക്കുന്ന കമ്പനിയുണ്ട്. കഴിഞ്ഞ ദിവസം അതിൻ്റെ ഉദ്ഘാടനത്തിന് അവർ വിളിച്ചെങ്കിലും ചെല്ലാൻ പറ്റിയില്ല. കഴിഞ്ഞ ദിവസം വയനാടെന്ന് ഒരു പാർക്കുകാർ വന്നു. 250 കോടി നിക്ഷേപം. പശുക്കൾ, അതിൻ്റെ മിൽക്ക് പ്രൊഡക്ട്സ്, ഡയറി പ്രൊഡക്ട്സ്, 250 കോടിയാണ് വയനാട്. അവിടെ ഞങ്ങളുടെ കാർബൺ ന്യൂട്രൽ കോഫി പാർക്ക് സ്ഥലം ഏറ്റെടുത്ത് അവസാനമായി അത് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ പഴയ വടക്കൻ കേരളമല്ല ഇപ്പോഴത്തെ വടക്കൻ കേരളം നിങ്ങൾ കണ്ടോളണം. വലിയ പദ്ധതികൾ, ഇതെല്ലാം വലിയ പദ്ധതികളാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ വലിയ പദ്ധതികളൊന്നും അധികം നോക്കണ്ട. 1000 ഏക്കർ സ്ഥലം, 2000 ഏക്കർ സ്ഥലം അത്ര എളുപ്പമല്ല. ഇനി കൊടുത്താൽ തന്നെ മാനുഫാക്ചറിങ് കമ്പനിയാണെങ്കിൽ മൈഗ്രൻ്റ് ലേബറായിരിക്കും വരും. നമ്മളൊരു ഗാർമെൻറ്റ് ഫാക്ടറി തുടങ്ങിയാൽ 10,000 പേര്. ഇവിടെ തന്നെ ഒരു ഗാർമെൻറ്റ് ഫാക്ടറിയുടെ 10-20 വർഷമായിട്ടുള്ള പ്രശ്നം എപ്പോഴാണ് പരിഹരിച്ചത്? KSIDCയുടെ വാടക അത്രക്കും. അത്തരം കമ്പനികളിലാണെങ്കിൽ ഇപ്പോൾ ഒരു 10,000 പേര്, 10,000 രൂപയാണ് ശരാശരി ശമ്പളം. ഒരു വർഷം 120 കോടിയാണ്. IBM 2 വർഷം കൊണ്ട് 3000 പേര് കിട്ടും. 20 ലക്ഷമാണ് പെർ ആനം സാലറി ആവറേജ്. 600 കോടി. ഇന്നലെ ഞങ്ങൾ വിഴിഞ്ഞം കോൺക്ലേവ് ആയിരുന്നില്ലേ മിഞ്ഞാന്ന്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ടെക്സ്റ്റൈൽ കോൺക്ലേവ് ഉണ്ടായി. അപ്പോൾ ഒരു ആൾ പറഞ്ഞു, സാർ 99% മൈഗ്രൻ്റ് ലേബറാണ്, ഇവരിവിടെ ഒന്നും ചിലവഴിക്കുന്നില്ല, ഇവർ ചോറും ഉരുളങ്കിലും ബാക്കിയൊക്കെ അങ്ങോട്ട് അയക്കുകയാണ്, നമ്മുടെ എക്കണോമി വലിയ ഗുണമില്ല. എന്നാൽ ഇത്തരത്തിലുള്ള നോളേജ് ബേസ്ഡ് ഇൻഡസ്ട്രി ആകുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാരെ വരിക. റിവേഴ്സ് മൈഗ്രേഷൻ ഇപ്പം ഉണ്ട്, ചെറുപ്പക്കാർ തിരിച്ചു വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ തുടങ്ങണം എന്ന് പറഞ്ഞാൽ അവിടെ തുടങ്ങുന്നില്ല. അവർ കേരളത്തെ മൊത്തം നമ്മൾ ഷോക്കേസ് ചെയ്യും. അവർക്ക് പല കൺസൾട്ടൻസി ഏജൻസ്, അനാലിറ്റിക്സ് എല്ലാവരും ഉണ്ട്. അത് കഴിഞ്ഞിട്ടായിരിക്കും അവർ സ്ഥലം തിരഞ്ഞെടുക്കുക. ഇപ്പോൾ ശ്രീധർ ബാബുവിൻ്റെ സോഹ കമ്പനി അവർ തിരഞ്ഞെടുത്ത് കൊല്ലം ജില്ലയിലൊരു ഗ്രാമമാണ്. ജാക്കി ചാൻ്റെ സിനിമയുടെയൊക്കെ ഹോളോഗ്രാഫിക് സാധനങ്ങൾ ചെയ്യുന്ന കമ്പനി, ഇറ്റാലിയൻ കമ്പനി, അവർ തിരഞ്ഞെടുത്ത് എൻ്റെ മണ്ഡലത്തിൽ തന്നെയാണെങ്കിൽ നഗരത്തിലൊന്നുമല്ല, ഒരു ഗ്രാമത്തിൽ ആണ് തിരഞ്ഞെടുത്തിട്ടതിന് ശേഷം ഞാൻ അറിയുന്നത് തന്നെ ഇവർ അവിടെയാണ്. എന്താണ് ഗ്രാമം നഗരം വ്യത്യാസമില്ല, പല രീതിയിൽ. ഇവിടെ നമ്മുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പറഞ്ഞില്ലേ, അവർ നോക്കുമ്പോൾ നല്ല വായു, ശുദ്ധവായുവാണ്, നല്ല വെള്ളം, നല്ല പൊട്ടൻഷ്യലുള്ള ടാലൻറ്റ് പൂൾ റെഡിലി അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ മേഖലയിലാണ് ഇപ്പോൾ നമുക്ക് കൂടുതൽ ഇനി സാധ്യതയുള്ളൂ സ്ഥലത്തിൻ്റെ കാര്യത്തിൽ. ഇപ്പം ഞാൻ സന്തോഷ് കോശിയായിട്ട് സംസാരിക്കുകയായിരുന്നു. നമ്മൾ മട്ടന്നൂർ ആദ്യത്തെ പ്ലാനായി 500 ഏക്കർ മാസ്റ്റർ പ്ലാനായി. അടുത്ത 500 ഏക്കർ കൂടി അവിടെ കിട്ടാനുണ്ട്. ഇനി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പാലക്കാട് സ്മാർട്ട് സിറ്റി പോലെ ഇവിടെ തുടങ്ങുമ്പോഴും ഒരു സ്മാർട്ട് സിറ്റി ഏരിയയിൽ, ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി, ഇൻഡസ്ട്രി, അവിടെ കുറച്ച് കമേഴ്ഷ്യൽ ഏരിയ വേണം, ഹോട്ടൽ വേണം, കുറച്ച് ഫ്ലാറ്റ് വേണം, ഇതെല്ലാം ചേരുന്ന ആധുനിക ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി. ഇതാണ് പാലക്കാട് വരുന്നത്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇതിന് കുറച്ച് മാറ്റങ്ങൾ വരുത്തുന്നതാണ് ഞങ്ങൾ കാണുന്നത്. ഹോട്ടൽ വേണം, അപ്പാർട്ട്മെൻറ്റ് വേണമെങ്കിൽ അവിടുത്തെ ആളുകൾ താമസിക്കാൻ വേണം, മാള് വേണം, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായി തന്നെ വേണം. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക സംവിധാനമായി നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ കഴിയും.
കാസർഗോഡ് ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം പ്ലാന്റേഷൻ കോർപ്പറേഷൻ MD കൃഷി വകുപ്പ് മന്ത്രിയും കൂടി ചേർന്ന് ഒരു ചർച്ച നടത്തുകയുണ്ടായി. അവരുടെ കയ്യിൽ ഒത്തിരി സ്ഥലമുണ്ട്. അതിലിപ്പോൾ ഒരു 100 ഏക്കർ നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെ അവരെന്നെ നടത്തിക്കോളാൻ പറഞ്ഞു. ഒരു എസ്റ്റേറ്റ് പാർക്കായി, ഇൻഡസ്ട്രിയൽ പാർക്കാക്കി മാറ്റാൻ. അതോടൊപ്പം തന്നെ കാഞ്ഞങ്ങാട് പുതിയ പാർക്ക് വരികയാണ്. ചീമേനി, പയ്യന്നൂർ 2 IT പാർക്കുകൾ, അത് ഇൻഡസ്ട്രിയൽ പാർക്കാക്കാൻ ഞങ്ങൾക്ക് നൽകാൻ നേരത്തെ കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് തീരുമാനിച്ചെങ്കിലും നടപടിക്രമങ്ങൾ കുറച്ച് നീണ്ടുപോയി. ഇപ്പോൾ അതിനകത്ത് അവസാന ഘട്ടത്തിലേക്ക് എത്തി. അത് മിക്കവാറും 2 വ്യവസായ പാർക്കുകൾ, അതിലൊന്ന് കണ്ണൂർ ജില്ലയിലായിരിക്കും വരിക. ഇവിടെ തുടങ്ങിയ മറ്റ് പാർക്കുകളുടെ കാര്യം ഞാൻ നമ്മുടെ ചെറിയ സംരംഭങ്ങളുടെ കാര്യം ഞാൻ ഓരോന്നെടുത്ത് പറയുന്നില്ല. കണ്ണൂർ 7041 പുതിയ യൂണിറ്റ് വന്നു, 591 കോടി നിക്ഷേപം വന്നു. കാസർഗോഡ് 3234 യൂണിറ്റ് വന്നു, 218 കോടി നിക്ഷേപം വന്നു. കോഴിക്കോട് 7975 പുതിയ യൂണിറ്റ് വന്നു, 512 കോടി നിക്ഷേപം വന്നു. കണ്ണൂരിനൊക്കെ കൂടുതൽ യൂണിറ്റ് കോഴിക്കോടാണെങ്കിലും നിക്ഷേപം കൂടുതൽ കണ്ണൂരാണ്. വയനാട് ഞങ്ങൾ ആദ്യം ടാർഗറ്റ് ഇടുമ്പോൾ വയനാട് ഇരിക്കട്ടെ ഒരെണ്ണം മട്ടായിരുന്നു ഞങ്ങളുടെ ഉദ്യോഗസ്ഥർ പലരും. അപ്പോൾ അവരാണ് ആദ്യം 100% ടാർഗറ്റ് അച്ചീവ് ചെയ്തത്. ഫസ്റ്റ് 2773 യൂണിറ്റ് തുടങ്ങി, 252 കോടി. കാസർഗോഡിനൊക്കെ കൂടുതൽ 252 കോടി അവിടെ നിക്ഷേപം വന്നു കഴിഞ്ഞിരിക്കുന്നു. എല്ലാം കൂടി നോക്കുമ്പോൾ ഒരു 50,000 തൊഴിൽ ഈ മേഖലയിൽ വന്നിട്ടുണ്ട്. നിക്ഷേപം നിങ്ങൾ നോക്കിക്കോളൂ, ഈ ചെറിയ സംരംഭങ്ങളുടെയാണ്. ഒരു 2300 കോടി നിക്ഷേപം വന്നിട്ടുണ്ട് ഈ ചെറിയ സംരംഭങ്ങളിൽ. ഇതൊന്നും STA എന്നല്ല. ചിലപ്പോൾ സ്വർണ്ണാഭരണം വ്യവസായ മൂലധനമായിട്ടുണ്ടാവും, ചിലപ്പോൾ ബാങ്ക് ഡെപ്പോസിറ്റ് മൂലധനമായിട്ടുണ്ടാവും, ചിലപ്പോൾ കൈവായ്പ വാങ്ങിയ ലിക്വിഡ് ക്യാഷ് വ്യവസായ മൂലധനമായിട്ടുണ്ടാവും. എപ്പോഴാണോ ഓർണമെൻറ്റ് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലായി ട്രാൻസ്ഫർ ചെയ്യുന്നത് അപ്പോൾ എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യും. മറ്റത് കഴുത്തിൽ തന്നെ മാലയെ കിടക്കുകയാണ്. അത് തയ്യൽ മെഷീനായി 2 പേരെ വെച്ച് കഴിഞ്ഞാൽ നേരെ വ്യവസായ മൂലധനമായി തൊഴിലവസരം സൃഷ്ടിക്കപ്പെട്ടു. ചെറിയ ചെറിയ യൂണിറ്റുകൾ. ഇനിയിപ്പോൾ ഒരു സാധ്യത, ഇപ്പോൾ ഇവിടെ 1000 ഏക്കറിലായിരിക്കുമല്ലോ ഈ മട്ടന്നൂർ നമ്മുടെ ഈ വ്യവസായ പാർക്ക് വരിക. അപ്പം അതിലൊരു കാച്ച്മെൻറ്റ് ഏരിയ വരും. പാലക്കാടിൽ പണ്ട് ഈ പുഴ ഒഴുകുമ്പോൾ ആ പുഴയ്ക്ക് ചുറ്റും ഒരു കാച്ച്മെൻറ്റ് ഏരിയ ഉണ്ട് കൃഷിക്ക് വേണ്ടി. അതുപോലെ വ്യവസായത്തിൻ്റെ പ്രധാന സംവിധാനത്തിന് ഒരു കാച്ച്മെൻറ്റ് ഏരിയ ഉണ്ടാവും. ഇവിടെ കണ്ണൂർ എയർപോർട്ടുണ്ട്, പോർട്ടുണ്ട്, പഴിക്കൻ്റെ കാര്യം MLA പറഞ്ഞു. മംഗലാപുരം പോർട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാം, അവിടെ എയർപോർട്ടും ഉപയോഗിക്കാം, പോർട്ടും ഉപയോഗിക്കാം. പിന്നെ വിഴിഞ്ഞം വന്നാൽ അവിടെ തന്നെ നിൽക്കണമെന്നില്ല. ഞങ്ങൾ ഇന്നലെയും പറഞ്ഞു, അവിടെ ആളുകൾ പെട്ടെന്ന് ഭൂമിയുടെ വില കൂട്ടുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ കൂട്ടിയാൽ കൂട്ടിയിരിക്കുകയുള്ളൂ. ലോജിസ്റ്റിക് പാർക്ക് കേരളത്തിൽ എവിടെയും വരാം. കാരണം നമ്മുടെ ഈ നാഷണൽ ഹൈവേ കൂടി വന്നാൽ അതിവേഗത്തിലാണല്ലോ. 1 മണിക്കൂർ കൊണ്ട് 2 മണിക്കൂർ എത്തിയാലും അവർക്ക് പ്രശ്നമില്ല, കാരണം കപ്പലോടെ കിടക്കാമല്ലോ. ഇപ്പോൾ ശ്രീ ഹനീഷോട് കാര്യം പറഞ്ഞില്ലേ, വിഴിഞ്ഞം ഉപയോഗിക്കുമ്പോൾ ശരാശരി 7 ദിവസം അല്ലേ ഏറ്റവും കുറഞ്ഞത് ലാഭം കിട്ടും. 7 ദിവസം ലാഭം കിട്ടുമെന്ന് പറയുമ്പോൾ ഒരു കപ്പലിന് 7 × $25,000. ദാറ്റ് മീൻസ് $1,75,000 പെർ ഡേ ലാഭമാണ്. അല്ല, ഒരു കപ്പലിന് ഒരു വരവിൽ ലാഭമാണ് 7 ദിവസം. ഇന്നലെ ഞാൻ അവരോട് സംസാരിച്ചത് മനസ്സിലാക്കി. നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ കമ്പനി ഇന്നലെ ഞങ്ങളുടെ കോൺക്ലേവിലുണ്ടായി, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി. അപ്പോൾ അവർ ഷറഫ് ഗ്രൂപ്പ്, ലോകത്തിലെ പ്രധാന ഗ്രൂപ്പ്, അതിൻ്റെ CEO ഉണ്ടായി. അപ്പോൾ ഞാൻ അവരായിട്ട് ഒരു കാപ്പി പിടിച്ചിരിക്കുമ്പോൾ ഈ 7 ദിവസത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രം അവരെ പറഞ്ഞത്, അതായത് നമ്മളെ മാത്രം ശ്രദ്ധിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതിനൊന്ന് നിങ്ങൾ 10,000 കൊണ്ടൊന്ന് കുടിച്ചു വയ്ക്കുക, അത്രയും കപ്പൽ വരും ഒരു മാസം. അത്രയും ലാഭം അവർക്ക് കിട്ടും, ആ കമ്പനിക്ക് തന്നെ അത്രയും ലാഭം കിട്ടും. ഇപ്പോൾ അതിനിടയിൽ എവിടെ നിന്നും വരാം നമ്മുടെ പാർക്കുകൾ, ലോജിസ്റ്റിക് പാർക്കുകൾ. അപ്പോൾ നല്ല സാധ്യതയുണ്ട്. ഇപ്പോൾ വ്യവസായം വരുന്നില്ല എന്നതായിരുന്നു നമ്മുടെ നേരത്തെ പരാതി. ഇപ്പോൾ പറയുന്നത് വ്യവസായം കൂടുന്നുണ്ട്. ഞാൻ വന്നപ്പോൾ നിങ്ങൾ നൽകിയ നിവേദനം നോക്കി, നമ്മുടെ
പ്ലൈവുഡുകാർ ഇനി ആർക്കും ലൈസൻസ് കൊടുക്കാനേ പാടില്ല. ഇതുവരെ ലൈസൻസ് വേഗത്തിൽ കിടണമെന്നായിരുന്നു. ഫ്ലോറസ്റ്റുകാർ കുഴപ്പമുണ്ടാക്കുന്നു, കടുത്ത നിയന്ത്രണങ്ങൾ. ഇപ്പോൾ സംയുക്ത നിവേദനം ഇനി കൊടുക്കരുത്. ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും കൂടി നിവേദനം പറയും, ഞങ്ങളുടെ പഞ്ചായത്ത് ഒരു വാർഡിൽ 42 കമ്പനി വന്നിരിക്കുന്നു, ഇനി പഞ്ചായത്തിൽ എത്ര കമ്പനി വേണം, പുതിയൊരു നിയമം വേണം. എവിടേക്ക് പോയി? ഞാൻ പറഞ്ഞു അത്രയും നമ്മളങ്ങനെ ആയിട്ടില്ല, വരട്ടെ. അതാ ഒരു ഘട്ടമായി കഴിയുമ്പോൾ, സാച്ചുറേഷൻ ആയി കഴിയുമ്പോൾ നമുക്ക് അപ്പോൾ ഒരു നിയമം വേണമെങ്കിൽ ആലോചിക്കാം. ഇന്നലെ ഞങ്ങളുടെ ടെക്സ്റ്റൈൽ കൊണ്ടുപോയി വന്നപ്പോൾ ഉച്ചയ്ക്ക് ശേഷം മലപ്പുറത്തെ ഒരു വില്ലേജ്, ഒരു പഞ്ചായത്ത് ഏരിയ മറന്നുപോയി, തിരുവാലി, 25ഓളം ഗാർമെന്റ് കമ്പനികളുണ്ട്. അവിടെ ചെറുപ്പക്കാരെല്ലാം എക്സ്പോർട്ടൊക്കെ ചെയ്യാനാണ്. അപ്പോൾ ഇനിയിപ്പോൾ വ്യവസായം നമുക്കിതിനകത്ത് ഇത്രയും കാലം വരുന്നില്ല എന്നാണെങ്കിൽ ഇപ്പോൾ നിയന്ത്രിക്കണം. അതിലേക്കായിട്ടില്ല നമ്മൾ. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ പരിശോധനയൊക്കെ നടത്താമെന്നല്ലാതെ ഇനി ആർക്കും ലൈസൻസ് വനം വകുപ്പ് കൊടുക്കരുത് എന്ന് പറയാനേ നമുക്ക് പറ്റില്ല. എൻ്റെ ജോലി പരമാവധി കൊണ്ടല്ല, നന്നായി ഉള്ളത് നന്നായി നിർവഹിച്ചു പോവുക മാത്രമേ നിങ്ങൾക്ക് കഴിയുള്ളൂ. ടെക്നോളജി പറഞ്ഞപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ടൈസൺ മാസ്റ്റർ മണ്ഡലത്തിൽ ഒരു കമ്പനി ഉദ്ഘാടനത്തിന് വിളിച്ചു. എനിക്ക് കുറച്ച് കോൾഡൊക്കെ ഉള്ള സമയമാണ്. വലിയ ഈ ഇതുപോലെ പ്ലൈവുഡ് ബോർഡുകളുടെ ഉദ്ഘാടനമാണ്. അപ്പോൾ ഞാൻ പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ, ഒരു മാസ്കൊക്കെ വെച്ച് ഇറങ്ങിയപ്പോൾ പൊടി എന്ന് പറഞ്ഞ സാധനം അവിടെ ഇല്ല. കംപ്ലീറ്റ് സിസ്റ്റത്തിലാണ് ഡിസൈൻ അടിച്ച് പോയാൽ അത് സാധനം വന്ന് ഈ പൊടിയൊക്കെ വേറെ സാധനം വെച്ച് സക്ക് ചെയ്തിട്ട് അങ്ങ് പോവാണ്. പുറത്തുള്ള പൊടിയില്ല അത്. ഇതാണ് ആധുനിക സംവിധാനങ്ങൾ. ഒരു ഘട്ടം കഴിയുമ്പോൾ നിങ്ങളും അത്തരം സംവിധാനങ്ങളിലേക്ക് മാറേണ്ടി വരും. അല്ലാതെ ഇനിയിപ്പോൾ ലൈസൻസ് കൊടുക്കാൻ പറ്റില്ല, നമുക്ക് പറയാൻ പറ്റില്ല. പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് നമ്മൾ ആകെ 31 കൊടുത്തു. ആ 31-ൽ 11 ഈ 4 ജില്ലയിലാണ്. ഇവിടെ ഒന്നും വരുന്നില്ല എന്നൊക്കെയാണല്ലോ ചിലർ സോഷ്യൽ മീഡിയയിൽ എഴുതാം. 31-ൽ 11 എന്ന് പറഞ്ഞാൽ 4 ജില്ലയിൽ ആകെ 14 ജില്ലയിൽ 4 തന്നെ വന്നിരിക്കുന്നു. 14 ജില്ല എന്ന് പറഞ്ഞാൽ ഒരു ശരാശരി 31 എന്ന് പറഞ്ഞാൽ ഒരു 2 അല്ലേ ശരാശരി വരുള്ളൂ. 11 എന്ന് പറഞ്ഞാൽ 4 ജില്ലയിൽ ഏകദേശം 3% പോകും. ശരാശരി കൂടുതലൂടെ. വയനാടില്ല. വയനാട് ഇപ്പോൾ ഇവർ വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ 250 ഏക്കർ ചെറിയൊരു സാങ്കേതികത്വം ഉള്ളതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ക്ലിയർ ചെയ്യാൻ കഴിയുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അത് 12ആയി. ഇത് ആദ്യം കിട്ടിയ ആളവിടെ ഇരിപ്പുണ്ട്. ഉദ്ഘാടനമായോ? റെഡിയായോ? ഞങ്ങൾക്ക് ചെറിയൊരു ഞെരുക്കുണ്ട്. ഇവർക്ക് കാശപ്പം കൊടുക്കാനായിട്ട് ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയിൽ ചെറിയ ഞെരുക്കുണ്ട്. അതാണ് ഞങ്ങളുടെ കുഴപ്പമല്ല, അവിടെ നിന്ന് വരണതിൻ്റെ അളവ് നമുക്ക് അർഹതമായത് കിട്ടുന്നില്ല. ഇവിടെ നമ്മൾ ഉൽപ്പാദനം വിഭവസമാഹരണം കൂടുന്നുണ്ടെങ്കിലും യൂണിയൻ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് അർഹമായത് കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾക്കൊരു ചെറിയ സാമ്പത്തിക പ്രതിസന്ധി ഞാൻ പറയുന്നില്ല, ഒരു പ്രതിസന്ധി ഉണ്ട്. അത് രണ്ടാണ്. ഫിസിക്കൽ ആയിട്ടുള്ള ക്രൈസിസ്, ഇക്കണോമിക് ക്രൈസിസ് അല്ല, ഒരു ഫിസിക്കൽ ക്രൈസിസ് ഉണ്ട്. അത് മറികടക്കാനാണ് ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 11 പാർക്കുകൾ, 31 പാർക്ക് കേരളത്തിലാകെ. ഫെബ്രുവരിക്ക് മുമ്പ് അത് 50 ആകും അല്ലേ? പ്രൈവറ്റ് പാർക്ക് 50 ആവും അല്ലേ? 50 പാർക്കാവും. ദെൻ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക്. നമ്മുടെ അച്ഛനുണ്ട്, ഞാനാണ് അവിടെ പോയത്, അവർക്കും കിട്ടി. റെഡിയായോ ഉദ്ഘാടനത്തിന്? നല്ല പാർക്കാണ്. എല്ലാം ഫുഡ് പ്രോസസ്സിംഗ് ആണ് അവർ കേന്ദ്രീകരിക്കുന്നത്. പമ്പളാനി പിതാവ് നേരിട്ട് തന്നെ അതിൽ ഇടപെടുന്നുണ്ട്. അപ്പോൾ എല്ലാ മേഖലയിലും വ്യവസായം വരികയാണ്. പിന്നെ ഞങ്ങളുടെ മിഷൻ 1000 ശരാശരി 100 കോടി ടേൺ ഓവറുള്ള 1000 കമ്പനികൾ എന്ന് വെച്ചാൽ 1 ലക്ഷം കോടി ടേൺ ഓവറായി. നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് വളരെ ഊർജം കിട്ടും. അവർ 241 നമ്മൾ സെലക്ട് ചെയ്തു. ട്രാൻസ്പെറൻ്റ് ആണ്. മന്ത്രി കണ്ടിട്ടും കാര്യമില്ല, സെക്രട്ടറി കണ്ടിട്ടും കാര്യമില്ല. ഇടുമ്പോൾ തന്നെ അറിയാം മാർക്ക് എത്ര കിട്ടുന്നുള്ളത്. പിന്നെ ഒരു കമ്മിറ്റി ഉണ്ട്.
അതിനകത്ത് SLBC ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അവരിരുന്നിട്ട് തീരുമാനിക്കും. 500 ആക്കാനാണ് ഞങ്ങൾ നോക്കുന്നത് ഈ വർഷം. അടുത്ത വർഷം ആകുമ്പോഴേക്കും ബാക്കി കൂടി. അപ്പം പിന്നെ നിങ്ങൾ ഓർഡറൊക്കെ ഉണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ല, എടുത്തോ. പലിശയുടെ 50% ഞങ്ങൾ നൽകാം, 50 ലക്ഷം രൂപ വരെ. ഒരു ഓഫീസറെ നൽകാം, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിന് ആവശ്യമായ പണം നൽകാം. നമ്മുടെ ഒരു പരിമിതി സ്ഥലപരിമിതിയാണ്. ഇവിടെ നിങ്ങൾക്ക് അത്ര ഇല്ലെങ്കിലും സ്ഥലം പരിമിതി ഉണ്ട്. ഇവിടെയും വരുന്നൊരു പ്രശ്നം, ഞങ്ങളുടെ ഒരു ഭൂമി ഏറ്റെടുക്കണമെങ്കിൽ ആ ഭൂമി വിലയുടെ ഏകദേശം 3 ഇരട്ടി കൊടുക്കണം. ഭൂമിയുടെ വില അത് ഗ്രാമമാകുമ്പോൾ 1 മുതൽ 2 വരെ മൾട്ടിപ്ലൈ ചെയ്യണം. പിന്നെ നട്ട് വളർത്തുന്നതും വളർന്നു വരുന്നതുമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സിൻ്റെ വില, അതെല്ലാം കൂട്ടിയിട്ട് ഇൻഡു സൊല്യൂഷൻ 100%. മിക്കവാറും 2.5-3 ഇരട്ടി വില കൊടുത്തിട്ട് ഞങ്ങൾ വാങ്ങിക്കും. പിന്നെ അത് ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഞങ്ങളുടെ ലീസ് പ്രീമിയം കൂടുതലായിരിക്കും. അപ്പോൾ അത് ആദ്യം തന്നെ അത്ര പ്രീമിയം മുടക്കാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞങ്ങളൊരു മാറ്റം വരുത്തി. 100 കോടിക്ക് മുകളിലുള്ളതാണെങ്കിൽ നിങ്ങളിപ്പോൾ കിൻഫ്രയുടെ ഈ സ്ഥലത്ത് സ്ഥലം എടുക്കുകയാണെങ്കിൽ 10% അടച്ചാൽ മതി പ്രീമിയത്തിൻ്റെ ഫസ്റ്റ് ഇയർ. പിന്നെ 2 വർഷം നിങ്ങൾ പ്രീമിയത്തെക്കുറിച്ച് ഉത്കണ്ഠപ്പെടാനേ പാടില്ല. മൊറട്ടോറിയം. നിങ്ങൾ മെഷീൻ കൊണ്ടുവന്നോ, ബാക്കി കാര്യം നോക്കിക്കോ, സ്വസ്ഥമായിട്ട് അങ്ങ് പോകും. പിന്നെ 10 ഇൻസ്റ്റാൾമെൻ്റ് അടച്ചാൽ മതി. ഇനി 50 കോടിക്ക് 100 കോടിക്കിടയിലാണോ, 20% ആദ്യം അടച്ചോ. 2 വർഷം സ്വസ്ഥമായിട്ട് വ്യവസായം സ്ഥാപിച്ചോ. പിന്നെ നിങ്ങൾ മൊത്തം 5 ഇൻസ്റ്റാൾമെൻറ്റിൽ അടച്ചാൽ മതി. 50 കോടിക്ക് താഴെയാണോ, ഇതേപോലെ മൊറട്ടോറിയം ഇല്ല, കാരണം എമൗണ്ട് ചെറുതായിരിക്കുമല്ലോ. അതിപ്പോൾ KSIDC ഇൻഫ്രാ പാർക്കുകളിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. അറബൻ രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, പിന്നോക്കം നിൽക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നുണ്ട്. 48 രാജ്യങ്ങളിൽ നിന്ന് കേരള യൂണിവേഴ്സിറ്റിയിൽ ഇത്തവണ അപേക്ഷയുണ്ട്. 36 രാജ്യങ്ങളിൽ നിന്ന് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷയുണ്ട്. ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മുടെ ആളുകൾ ജോലി അന്വേഷിച്ചിട്ട് അമേരിക്ക, പണ്ട് സിലോൺ, പിന്നെ ഗൾഫ്, ഇപ്പോൾ അമേരിക്ക, കാനഡ, UK. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റിൽ നിന്നുള്ള ആളുകൾ ഇങ്ങോട്ട് വരും ജോലി അന്വേഷിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇന്നെന്താ പഠിക്കേണ്ടത്? ഒന്ന്, നമ്മുടെ ചെറുപ്പക്കാർക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന വ്യവസായത്തിനായിരിക്കണം നമ്മൾ പരിഗണന കൊടുക്കേണ്ടത്. നമ്മുടെ കുട്ടികൾക്ക് നല്ല രീതിയിൽ പഠിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള സൗകര്യം ഉണ്ടാക്കണം. പണ്ട് ഞങ്ങളുടെയൊക്കെ വിദ്യാഭ്യാസ കാലത്ത് പുറത്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ MIT, ഹാർവാർഡ്, കൊളംബിയ, അല്ലെങ്കിൽ ഓക്സ്ഫോർഡ്, ഇങ്ങനെയൊക്കെയല്ലേ നോക്കി, ഏൽ യൂണിവേഴ്സിറ്റി. ഇപ്പോൾ കുട്ടികൾ പോകണ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ UK, കാനഡ. യൂണിവേഴ്സിറ്റി ഒന്നുമില്ല, രാജ്യത്തെ പോവുക. ചെന്നതിനേശം ആദ്യം തന്നെ നോക്കുന്നത് കോളേജ് ആയിരിക്കില്ല, പാർട്ട് ടൈം ആയിരിക്കും. അപ്പോൾ ജോലി പഠനം ഒന്നിച്ചൂടെ സാധ്യമാകണം. അതിപ്പോൾ ഗവൺമെൻറ് അതിലേക്ക് എത്തുന്നു. എല്ലാ കാര്യങ്ങളും ഇനി അധികം വിശദീകരിക്കുന്നില്ല. നമ്മളിപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒന്നാമതായി. 3 കൊല്ലം മുമ്പ് നമ്മൾ 28ആയിരുന്നു. പുറകിലാരും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മുടെ മുൻപിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഇന്ത്യയിൽ ആരുമില്ല. അതൊരു അഭിമാനമാണ്. എന്ന് വെച്ചത് നിലനിർത്തൽ ഒരു സമരമാണ്. ഇപ്പം അടുത്ത റിഫോംസ് വന്നു. ഇതിൻ്റെ പ്രത്യേകത, ഇത് മാർക്കറ്റാണ്. നിങ്ങളെ മാർക്കറ്റിനെ 100% ഫീഡ്ബാക്കിനെ അടിസ്ഥാനപ്പെടുത്തിയ റാങ്കിങ്. അപ്പോൾ നമ്മുടെ നാട്ടിൻ്റെ ഒരു പ്രശ്നം ഞാൻ എല്ലായിടത്തും പറയുന്നതാണ്, കേരളം വ്യവസായം ഇവിടെ വല്ലതും ഉണ്ടോ? ഇവിടെ പെട്ടിക്കട, ബാർബർ ഷോപ്പ്, ലോട്ടറി, ബീവറേജ്, ഇതല്ലാതെ എന്തെങ്കിലും ഇവിടെ ഉണ്ടോ? അല്ലേ? നമ്മുടെ പൊതുവർത്താനം. കഴിഞ്ഞ ദിവസം തന്നെ ദാവോസിൽ നിന്ന് ഞങ്ങൾ വന്നപ്പോൾ, ദാവോസ് പറഞ്ഞല്ലോ വളരെ ഫ്രൂട്ട്ഫുള്ളായിരുന്നു. മണി കൺട്രോൾ നിങ്ങൾ കാണാറുണ്ടാവുള്ളൂ. മണി കൺട്രോൾ ഒരു സീരിയസ് ആയിട്ടുള്ള മീഡിയയാണ്. അപ്പോൾ അവരൊരു ഇൻ്റർവ്യൂ എടുത്തു. നല്ല ഇൻ്റർവ്യൂ ആയിരുന്നു, നന്നായി. കുറച്ച് സമയമുള്ളൂ, 10 മിനിറ്റ്. അത് നന്നായി പോയി. അപ്പം മണി കൺട്രോളിൽ ബാംഗ്ലൂർ ഞങ്ങൾ പോയപ്പോൾ ഒരു മലയാളി ഉണ്ടായിരുന്നു. നല്ലൊരു ഇൻ്റർവ്യൂ ഒന്ന് കൊടുത്തിരുന്നു. അപ്പോൾ ഇയാൾ മിഞ്ഞാൻ തന്നെ വിളിച്ചു, സാർ, കേരളത്തെ പോലെ നാടിന് ഇത്ര സ്നേഹിക്കുന്ന ആളുകൾ ലോകത്ത് ഒരിടത്തുണ്ടാവില്ല കേട്ടോ. ഒരു സർക്കാസ്റ്റിക്കായിരുന്നു. ജന്തു വെറ്റി സാറ് ആ മണി കൺട്രോളിൽ ആ ഇൻ്റർവ്യൂവിൻ്റെ താഴെ വന്ന കമൻറ്റുകളൊന്നും നോക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങ് ബസ്സിലേക്ക് പോകാറില്ല, കാരണം നമ്മൾ പോസിറ്റീവ് എനർജി കലർന്നുള്ള ശരിയുണ്ടോ. അതല്ല, ഞങ്ങൾ മലയാളികളാണ്, ഇവിടെ ഒന്നുമില്ല, നിങ്ങളിങ്ങോട്ട് വരരുത് എന്ന കമൻറ്റുകളാണ് കൂടുതലും. ഇങ്ങനെ നാടിനെ സ്നേഹിക്കുന്ന ഒരു അപൂർവ ജനിതക ഘടനയുള്ള ആളുകൾ ലോകത്ത് ഒരിടത്തുണ്ടാവില്ല. ഞാൻ പിന്നെ നോക്കി, അന്ന് നോക്കിക്കളെ, കറക്റ്റാ.
ഞാൻ കേരളമാണ്, ഇവിടെ ഒരു കടയില്ല, ഇവിടെ പൂട്ടിപ്പോയ സ്ഥാപനങ്ങൾ ഇതാ. എന്നുവെച്ചാൽ ഈ തിരുവിതാംകൂറിലെ ആദ്യത്തെ മഹാരാജാവിൻ്റെ കാലത്ത് പൂട്ടിപ്പോയിട്ടുള്ള എണ്ണ ഉണ്ടാക്കുന്ന കമ്പനി മുതൽ ഇപ്പോൾ ഉള്ള അടുത്ത കാലത്തൊന്നുമില്ല, എല്ലാം ഈ ലിസ്റ്റിലുണ്ടാവും. ഇപ്പൊ നിങ്ങൾ പലരും പണ്ട് ബ്ലാക്ക്ബെറി ഉപയോഗിച്ചിട്ടുണ്ടാവില്ലേ? മൊബൈൽ പുഷപ്പ് മെയിൽ അതിനുണ്ടായിരുന്നു. പണ്ട് IT ജോലി കിട്ടിയ കുട്ടികൾക്ക് ബ്ലാക്ക്ബെറി കൊടുക്കും. മറ്റാണ് വീട്ടിൽ പോയി മെയിൽ ഓപ്പൺ ചെയ്തില്ല എന്ന് പറയാം. അസൈൻമെന്റ് എങ്ങാനും വീട്ടിൽ പോകുമ്പോൾ ഫ്ലെക്സി പ്ലേസ് ആണല്ലോ, ബ്ലാക്ക്ബെറി പറയാൻ പറ്റില്ല, അപ്പൊ തന്നെ മെയിൽ വന്നാൽ. ഇപ്പൊ എല്ലാത്തിലും വരുന്നുണ്ട് ബ്ലാക്ക്ബെറി പ്രിന്റ്. എത്ര പേരെങ്കിലും നോക്കിയ ഫോണുണ്ട്? പണ്ട് നോക്കിയ എല്ലാത്തിനും ഫോൺ ഉണ്ടാവും. പണ്ട് എല്ലാ ചീഫ് എക്സിക്യൂട്ടീവ്സും സഞ്ചരിക്കുമ്പോൾ പറയും ജെറ്റ് ബുക്ക് ചെയ്താൽ മതി. എക്സിക്യൂട്ടീവ് ക്ലാസ് ഏറ്റവും സൗകര്യം. ഇപ്പൊ ജെറ്റ് ഉണ്ടോ? വ്യവസായം മരിക്കും, ജനിക്കും, വളരും, അല്ലാണ്ട് അമരത്തില്ല. നമ്മുടെ പ്രത്യേകത, പെട്ടിക്കണ അടഞ്ഞാൽ പോലും ലോകത്തറിയാത്ത ആരുണ്ടാവില്ല. IBM ചരിത്രത്തിലാദ്യമായി 2 കൊല്ലത്തിൽ 2 ക്യാമ്പസ് തുറന്നതും അറിഞ്ഞ ആളുകൾ ഇവിടെ തന്നെ അധികം ഉണ്ടാവില്ല. ഞാൻ എൻ്റെ ഈ ചുമതല എടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ യോഗങ്ങൾ ചോദിച്ചു സംരംഭകരോട്, ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലഡ് ബാഗ് ഉണ്ടാക്കുന്ന കമ്പനി എവിടെയാണ്? ആദ്യത്തെ 14 ജില്ലയിലും ഒരു ആൾ പോലും കൈവക്കിയില്ല. സംരംഭകരോട് ചോദിക്കണേ, അവന് ബാക്കിയുള്ളവരുടെ കാര്യം പറയണം. ലോകത്ത് ഉപയോഗിക്കുന്ന ബ്ലഡ് ബാഗിന്റെ 12% ഉണ്ടാക്കുന്ന കമ്പനി കേരളത്തിലാണ്. കേരളത്തിലെ 12% ഇന്ത്യയിലെ 12% ലോകം ഉപയോഗിക്കുന്ന ബ്ലഡ് ബാഗിന്റെ 12% കേരളത്തിലൊരു കമ്പനി ഉണ്ടാക്കുന്നത്. നിങ്ങൾ എന്താണ് എത്ര പേർക്ക് അറിയാം? ഒന്ന് കൈവക്കി. കഷ്ടി 3% ആളുകൾക്ക് അറിയുള്ളൂ. എന്നാൽ അന്തർ സംസ്ഥാനത്തോടിയ ബസ് പ്രശ്നം ഉണ്ടാക്കിയതിന്റെ പേര് മറ്റ് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ചാടി എണീറ്റിട്ട് പറയും ഇല്ലേ? ആ കോട്ടയത്ത് ഒരു കടയ്ക്ക് നമ്പർ കിട്ടാതെ ഒരാൾ സത്യാഗ്രഹം ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനു മുമ്പേ നമ്മൾ ഓർഡർ ഇറക്കിയിരുന്നു, പക്ഷെ അദ്ദേഹം ഇരുന്ന് എല്ലാവരും അറിഞ്ഞു. ഇപ്പം എന്താ പ്രശ്നം വെച്ചപ്പോൾ ChatGPT വെച്ചിട്ട് അമേരിക്കൻ ഇംഗ്ലീഷ് വേണ്ടവർക്ക് അമേരിക്കൻ ഇംഗ്ലീഷിൽ, UK ഇംഗ്ലീഷ് വേണ്ടവർക്ക് UK ഇംഗ്ലീഷിൽ, സ്പാനിഷിലേക്ക് ഉൾപ്പെടെ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ നാടിനെ നന്നായി സ്നേഹിക്കുന്ന ചിലർ കൊടുത്തുകൊണ്ടിരിക്കും. ഏഷ്യയിലെ 1ാമത്തെ കൃത്രിമ പല്ലുണ്ടാക്കുന്ന കമ്പനി, ലോകത്തിലെ 2ാമത്തെ കൃത്രിമ പല്ലുണ്ടാക്കുന്ന കമ്പനി കേരളത്തിലാണ്. ഇന്ത്യയിലെ ഏക ഇൻഡിജീനിയസ് ഹാർട്ട് വാൽവ് ഉണ്ടാക്കുന്ന കമ്പനി കേരളത്തിലാണ്. ഇന്ത്യയിലെ ഈ കമ്പനികളുടെ ആദ്യത്തെയും ഇപ്പൊ ഞാൻ പറഞ്ഞ കമ്പനിയുടെ പ്രത്യേകത, കേരളത്തിലെ ഒരു സ്ഥാപനം വികസിപ്പിച്ച ടെക്നോളജിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളാണ്. ഈ ബ്ലഡ് ബാഗ് ആയാലും ഹാർട്ട് വാൽവ് ആയാലും. അതാണ് ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട്. അൽഷിമേഴ്സ് 10 വർഷം മുമ്പ് കണ്ടുപിടിക്കാനുള്ള പുതിയ ടെസ്റ്റിനുള്ള ഉപകരണം ലോകത്താദ്യമായി ഉണ്ടാക്കുന്നത് കേരള കമ്പനിയാണ്, അകാപ്പെ. കോവിഡ് കാലഘട്ടത്തിൽ ഇന്ത്യയിൽ 1.5 കോടി ആളുകൾ ഡൈമർ ടെസ്റ്റ് നടത്തിയത് അവര് കണ്ടുപിടിച്ച് പേറ്റന്റ് നേടി ഉൽപ്പാദിപ്പിച്ച കൺസ്യൂമബിൾ ഉപയോഗിച്ചിട്ടാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റീൽ കമ്പനികൾ ഒന്ന് കോഴിക്കോടാണ്. ഏതാ? അത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളിപ്പോ ഹോളിൽ നിന്ന് പുറത്തേക്ക് പോകും. VK സ്റ്റീൽ അല്ലേ? നമ്പർ 1 സ്റ്റീൽ കമ്പനിയാണ് VKC. പിന്നെ എല്ലാവർക്കും അറിയാം, ചെരുപ്പൊക്കെ ഏതൊന്ന് വാങ്ങിക്കുന്നുണ്ടല്ലോ അറിയാം. ഇപ്പൊ നമ്മുടെ നാട്ടിനെ കുറിച്ചൊരു ചിത്രം ഇങ്ങനെ ഉണ്ടാക്കുന്നത്. പിന്നെയോ, വാളയാർ ചുരം കഴിഞ്ഞാൽ അപ്പോൾ കൊടി കാണാം. വേറെ എവിടെ വേണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, കൊടിയും പണിമുടക്കും വല്ലതും ഉണ്ടോ? അല്ലേ? ഒരു പൊതു ചിത്രം. ഞാൻ ഡൽഹിയിലെ റോഡ് ഷോയിൽ ഇതൊക്കെ പറഞ്ഞു. കാരണം നമ്മൾ നെഗറ്റീവ് ആദ്യം പറയാം, കാരണം അവരുടെ മനസ്സിൽ ഇതാണല്ലോ അടിച്ചേൽപ്പിക്കുക. നമ്മൾ തന്നെയാണ്, വേറെ ആരുമില്ല. ഇന്ത്യയിൽ കഴിഞ്ഞ 1.5 ദശകത്തിനുള്ളിൽ നടന്ന പണിമുടക്കങ്ങളുടെ 28% തമിഴ്നാട്, 17% മഹാരാഷ്ട്ര, 11% ഗുജറാത്ത്, യൂണിയൻ ലേബർ മിനിസ്ട്രി. ഹിന്ദുവിന്റെ നല്ലൊരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു.
ഇതെല്ലാം വിസ്തീരിച്ചിട്ട് സാംസങ്ങിന്റെ സമരം നടന്നപ്പോൾ അവർ തമിഴ്നാടിന്റെ താല്പര്യം കൂടി വെച്ച് എഴുതിയതായിരിക്കും. കൺക്ലൂഷൻ ഇതാണ്: സമരങ്ങൾ ഇൻഡസ്ട്രിയലൈസേഷന് എതിരല്ല. ഈ സ്റ്റേറ്റിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഫാക്ടറി വന്നിട്ടുള്ളത്. കറക്റ്റാണ്. നമ്മൾ ആളുകളുടെ കാരണം എന്താ? ഗുജറാത്തിൽ സമരമോ, തമിഴ്നാട്ടിലോ? അത് കേരളത്തിൽ മാത്രമുള്ളൂ. കേരളത്തിൽ കഴിഞ്ഞ എത്ര കൊല്ലമായി വ്യവസായം തുടങ്ങിയിട്ട്? എന്തെങ്കിലും ഒരു വ്യവസായി കേരളത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് തൊഴിലാളികൾ ആക്രമിച്ചിട്ട്? നിങ്ങളുടെ ഈ ഓർമ്മയിൽ എവിടെങ്കിലും ഉണ്ടോ? ഇപ്പൊ എത്ര കൊല്ലായി? നമ്മുടെ അച്ഛൻ്റെ അടുത്തിരിക്കുന്ന നമ്മുടെ സുഹൃത്ത് 5 അപ്പോൾ നിങ്ങൾ ചെറുപ്പമാണല്ലോ, വ്യവസായത്തിൽ ചെറുപ്പമാണ്. കേരളത്തിൽ ഏതെങ്കിലും കമ്പനി തൊഴിലാളികൾ അടിച്ചു തകർത്തൊരു വാർത്ത കഴിഞ്ഞ 30 കൊല്ലത്തിനുള്ളിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? നീ പറഞ്ഞു, നിങ്ങളുടെ അനുഭവത്തിൽ. ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിൽ ഐഫോണിന്റെ ഫാക്ടറി അടിച്ച് തകർത്ത് 450 കോടി നഷ്ടമുണ്ടായി. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ ഇവിടെ ആളുകൾ ഇപ്പൊ ചെല്ലു പറയില്ലേ, ആരെങ്കിലും അടുത്ത കാലത്ത് ഇവിടെ ബുദ്ധിമുട്ടുണ്ടായിട്ട് ഇവിടെ മൊത്തം നിർത്തി പോയിട്ടുണ്ടോ? ആ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മൊത്തം നിർത്തി പോയത്? ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്നെ ഇന്റർവ്യൂവിൽ ഒരാൾ വന്നു. അപ്പൊ ചോദിച്ചു, സാർ അതാണ് കിറ്റക്സ് വരിക. നമ്മൾ കിറ്റക്സ് പോയോ? 11,000 പേര് ഇപ്പോഴും ജോലി ചെയ്യേണ്ട അവിടെ. പൊതുബോധം എന്താ? അവർ പൊട്ടിപ്പോയതാണ്. അവര് പോയ വാറങ്കലിൽ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ. AP റയോൺസ് ജനറൽ മാനേജർ ഷോർട്ട് ഡെറ്റ്സ്. സമരം കൊടിയൊന്നും കൊന്നില്ല, തോക്കെടുത്ത് വെടിവെച്ച് കൊന്നു. ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന മാരുതിയുടെ ഫാക്ടറി തൊഴിലാളി തർക്കം വന്നു. കൊടിയുണ്ടായിരുന്നു, ഒപ്പം കത്തി ഉണ്ടായിരുന്നു. 2 പേർ കുത്തി കൊന്നു. ഇല്ലേ? ഒരു പ്രത്യേകത, അവിടെ ഇത് ചരമക്കോളത്തിന്റെ താഴെ പോലും വരില്ല. ഇവിടെ പെട്ടിക്കടയുടെ മുമ്പിലുണ്ടെങ്കിൽ ഒരാഴ്ച ന്യൂസ് അവറിൽ അതായിരിക്കും ചർച്ച. പിന്നെ നമ്മളും മറ്റേ യൂണിവേഴ്സിറ്റി വഴി പരമാവധി ഇതെല്ലായിടത്തേക്ക് എത്തിക്കും. ഇപ്പൊ ഞങ്ങൾ ദാവോസിൽ വെച്ച് ഒരു പ്രധാന പത്രപ്രവർത്തകർ ഞങ്ങളോട് പറഞ്ഞു, മഹാരാഷ്ട്രയിലെ അനുഭവം കഴിഞ്ഞ ദിവസം. അത് മുഖ്യമന്ത്രിയായിട്ട് ഇന്റർവ്യൂ നടത്തിയിട്ടാണ് അവിടുത്തെ സർപഞ്ച് അല്ലേ, പഞ്ചായത്ത് സർപഞ്ചിന് അവിടെ ഫാക്ടറി തുടങ്ങി. അപ്പൊ അവർ പറഞ്ഞു, ഫാക്ടറിക്ക് കൊള്ളാം, ഞങ്ങൾ പറഞ്ഞ ആളെടുത്തോളണം. മുഖ്യമന്ത്രി ഇവരോട് പറയുന്ന കാര്യമാണ് ഈ പത്രക്കാരൻ ഞങ്ങളോട് പറഞ്ഞത്. തർക്കമായി പരിഹരിക്കാൻ പോയ പഞ്ചായത്തിലെ ആളെ അടിച്ചു കൊന്നു. ഈ അടുത്ത ദിവസം വിസിബിൾ അല്ല ഒന്നും. നമ്മളുടെ ഈ നെഗറ്റീവാണ് കേരളത്തെ കുറിച്ച് പൊതുവെ നിർമ്മിച്ചിട്ടുള്ളത്. അതല്ല കേരളം. കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ MSMEകൾ ഒരു വർഷം തുടങ്ങിയ സംസ്ഥാനമാണ്. അത് പ്രധാനമന്ത്രി അംഗീകരിച്ചു. അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അംഗീകരിച്ച കാര്യം ഇവിടെ സൂചിപ്പിച്ചു. മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രി, ഓരോ മേഖല ഞാൻ വിസ്തരിക്കുന്നില്ല. നിങ്ങൾക്ക് ഇപ്പോൾ 1 മിനിറ്റ് കൊണ്ട് വ്യവസായം തുടങ്ങാം, വലിയ വ്യവസായം തുടങ്ങാം, ചെറിയ വ്യവസായം തുടങ്ങാം. എല്ലാ തരത്തിലും അന്തരീക്ഷം ഒരുങ്ങിയിരിക്കുന്നു. ഇവിടെ ബഹുമാനായ MLA സുമേഷ് ഒരു കാര്യം ഹ്രസ്വമായിട്ട് അദ്ദേഹം പ്രസംഗിച്ചുള്ളൂ. ഞങ്ങളെ കുറച്ച് സമയം എടുത്തോട്ടെന്ന് വെച്ചിട്ടാണ്. ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊന്നും വേണ്ടത്ര ഇവിടെ നിക്ഷേപിക്കുന്നില്ല. അത് വളരെ ശരിയായ പ്രതികരണം. കുറെ കൂടി നിങ്ങളെല്ലാവരും നിക്ഷേപിക്കുന്നുണ്ട്. ടൂറിസം കഴിഞ്ഞ 1 മാസത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 2 താജ് ഹോട്ടൽ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ഒരെണ്ണം, കൊച്ചിയിൽ ഇന്റർനാഷണൽ എയർപോർട്ടിന് ചേർന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടലുള്ള സ്റ്റേറ്റ് ഏതാണ്? നമ്മൾ കേരളം എന്ന് പറയുമ്പോൾ ഈ 1.18% ഉള്ള സ്ഥലത്താണ്. മഹാരാഷ്ട്ര, ബോംബെ ആണല്ലോ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ. അവിടെ ഉള്ളതിനേക്കാളും അന്ന് 36, അവിടെ നമുക്ക് 46, ഇപ്പൊ നമ്മൾ 51ആയി. 5 സ്റ്റാർ, 4 സ്റ്റാർ, 3 സ്റ്റാർ റിസോർട്ട് ഇന്ത്യയിൽ നമ്പർ 1 കേരളമാണ്. ഇനി സാധ്യതയുണ്ട്. ആ സാധ്യത ഏറ്റവും കൂടുതൽ വരാൻ ഇനി പറ്റുന്ന പ്രദേശമാണ് കണ്ണൂര്, കാസർഗോഡ്, കോഴിക്കോട്, വയനാടെല്ലാം. ഇപ്പോ നിങ്ങൾ നിക്ഷേപിക്കാൻ ഞങ്ങൾ റെഡി. ഗവൺമെന്റ് എല്ലാ തരത്തിലും ഇപ്പോൾ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു. നിയമങ്ങൾ മാറ്റി, ചട്ടങ്ങൾ മാറ്റി, സംവിധാനങ്ങൾ മാറ്റി, പ്രീമിയം മാറ്റി. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ നേരത്തെ ഒരാൾ മരിച്ചാൽ മക്കൾക്ക് കൊടുക്കണമെങ്കിൽ തന്നെ അവരുടെ മക്കൾ വരുമ്പോഴേക്കും പോലും നിരസിച്ചിട്ടുള്ള ഉത്തരവ് കിട്ടുള്ളൂ. ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള പ്രശ്നമായിരുന്നു. ഇപ്പൊ ഞങ്ങളതെല്ലാം സിംപ്ലിഫൈ ചെയ്തു.
ഓണർഷിപ്പ് 25,000 അടച്ചാൽ മതി. ഓൺലൈനിൽ ആക്ടിവിറ്റി മാറണോ 10,000 അടച്ചാൽ മതി. ഞങ്ങൾക്ക് എക്സ് നടത്തിയാലും വൈ നടത്തിയാലും കുഴപ്പമില്ല. ഇൻട്രസ്റ്റ് അടക്കണം, തൊഴിലുണ്ടാവണം. നിയമപ്രകാരം അവിടെ അനുവദനീയമായിരിക്കണം. അതുകൊണ്ട് ഞാൻ ഇനി സമയം എടുക്കുന്നില്ല. മലബാർ നല്ല സാധ്യതയുണ്ട്. നല്ല സ്ഥലം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പുറത്തുനിന്നും ആളുകൾ വരുന്നുണ്ട്. നിങ്ങളും നല്ല രീതിയിൽ നിക്ഷേപം നടത്തണം. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ നിങ്ങൾ എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ നിക്ഷേപത്തിന്റെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകണം. എല്ലാവരെയും ഫെബ്രുവരി 21, 22 നമ്മുടെ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റ് ഓൺലൈനിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. നിങ്ങൾ പ്രൊജക്റ്റ് കൂടി അതിനകത്ത് സബ്മിറ്റ് ചെയ്യണം. അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും കൺഫർമേഷൻ. നിങ്ങളുടെ പദ്ധതികളുമായി അവിടെ കാണാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. Before I start, I have some blood to clean off our hands. With the permission of the minister, I will do so. Sir, that notification which came, and I think there's a representation to you, actually pertain to interstate travel of firewood, sir. Karnataka and Tamil Nadu are not allowing any firewood or raw material for the pulping industry to cross the borders. It has to be consumed in the state. Kerala has got the same law, and I think I have given them a copy of that law, and that clearly says no firewood can leave the states of Kerala. It is meant for the local industry. So I think that should be viewed on that light. There is no other agenda, please, sir. Please don't misunderstand the industry. We'll never block another industry from coming. And so I would like to mention that Sri Mr. Rajiv is one of the finest industries ministers I have met. I've approached him on many occasions. His view of industry and employment, his view of sustainability in plant, and he happens to be looking after plantations also. He's done a fantastic job, and I hope it will continue, sir. We are always there to support you, and we do the best what we can from our commitments made to you, sir. I would just like to ask the audience of today, who was the first industrialist in Kerala? Very few people will have come to know of it or can have even contemplated it. It was a person called Samuel Aaron from Papincherry. He was the first industrialist in Kerala who ventured into all types of industries, a brilliant entrepreneur, way ahead of his time. Way ahead of his time. And നമ്മളെല്ലാവരും മറന്നുപോയതാണ്. ഇവിടെ ഒരുപാട് ഫാക്ടറീസ്. He was a person who started it. Before Adayar, Aluva belt, before Trivandrum industrial zone, Kannur was the most industrially developed place in Kerala. Over the years, something has happened and we have lost that position. But we must always remember, this was the place Samuel Aaron started his industry and it linked. The factory I worked for, Western India Plywood, founder director was Samuel Aaron. Look at Bedipattam Tiles, it was by Samuel Aaron. So he was the first industrialist, and so we also have that in our blood, so we should always make a chance for revival. Everybody, when we say we are from Kannur or we are from an industry in Kannur, has a different outlook on it. The optimism in outlook and changing the deeply embedded fear of political situation. I think all of us, residents of Kannur, when we have visited or talked to somebody, they have clearly mentioned, oh, Kannur, nammakku avada varan pattilla. But I always tell them, this is the wrong notion of Kannur. I have been here, our industry has been here for 80 years. We celebrated 80th year yesterday. Even today, the investments I have made an investment of a unit making dental brackets. It is a more than 10 crore investment. I have done it in Kerala. I could have gone out and done it elsewhere, but I chose Kerala for this medical devices industries we are starting. And any further investment, I guarantee you, it will be only in Kerala. I run an industry in Mysore in Karnataka. I have run an industry in Madhya Pradesh, Jagdalpur and Bastar district. My grandfather run an industry in Thailand.
We run an industry in Mangalore, but believe me, we are coming from my heart because we are a company paying all the duties, excise duties. That is, I know all of us are doing that. The best place to be in is Kerala. Uh, Tamil Nadu has its own deficiencies. Karnataka is, I don't know, I feel terrible because of various things. I know, I don't want to openly tell it. So, this is the guarantee I can give you as an entrepreneur who is investing money every year on new products, small products, debottlenecking of existing production, that we have to Kerala because that is where we have bought, that is where we have grown so far. If it is not for our industry and for this place, we wouldn't have been sitting here. We may have been some other place. So, one more request from the minister is, sir, he's on the land laws. We are finding a lot of problem. Tenure of land, though there have been notifications on the change of BTR, it is happening too slow, sir. That is the only grounds we have. And if guideline can be put up, Minister Sir has sent a team of IIM people to assess the request of plantations and conversion of plantations and giving exemption to plantation. The IIM team has given its report. I took them around for two days with the help of Anish sir and hope that is done, sir. Some points on Kannanur and how we go about it. Arikal Port is one of the, today I would feel that is one of the major attractions of Kannur, which is going to propel the scenario of Kannur and its hinterland. If we all recall, it is not an airport which has taken a city or a district to great heights. It is only a seaport which has improved the business of various places, including, if we look like New York. New York was built after the seaport came. Amsterdam, Singapore, these countries grew after the seaport. And if you look at it, even Cochin, when did Cochin get its glory? എപ്പോഴ് സീപോർട്ട് വന്ന് സീപോർട്ട് ഡെവലപ്പായി ഇപ്പം വള്ളാർപ്പാടം വന്നു അപ്പോഴാണ് കൊച്ചിൻ ഇസ് ഗെറ്റിംഗ് ഇസ് റിയൽ ഗ്ലോറി സോ ഇറ്റ് ഈസ് പ്ലീസ് I think a lot of effort is being put in by Sumesh, our MLA, to run it with the help of Maritime Board, and he's on the job and I hope it works out soon. We had, this port was 40 years old till we, in 72, we bought a vessel from Andaman and unloaded the material in Arikal port. So we started exports from Arikal store. ഒരു വാശി പോലെ ചെയ്തിരുന്നു. I have generated a bill of lading Arikal to Rotterdam. We went through a lot of troubles and stresses and got it registered, customs registered. We got a permission to make out a bill of entry, bill of lading to Amsterdam, and that is where we are today. So we are waiting for the government to regularize it, or with the help of Maritime Board to have regular voyages. I'm sure they will do it, sir. I'm very confident of that. If you are looking for investment and industrial growth, it is very important there is good support systems in blue collar training job. Blue collar, what I mean is a AC technician, workshop in charge. All those blue collar jobs is very important in industry. We have NTTF next to us, we have ITI next to us, we have a polytechnic next to us, and we have I think junior technical school next to us. This gives a huge flood of blue collar jobs, and we are very lucky to get it. We have more than 60 people in our shop floor, blue collar jobs, who are apprentice trainees, and all of them have been giving good results. And the level of skill, everywhere I go and have a tool maker or die making company, they ask, oh, you are, how close are you to NTTF? We want 3 trainees, we want 4 trainees. That is the level of skill of NTTF Talisheri. 2 very brightly shining opportunities are arising in healthcare and tourism. The hospitality of
നമ്മളെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഹോസ്പിറ്റാലിറ്റി ഓഫ് പീപ്പിൾ ഇൻ മലബാർ ഈസ് എക്സാംപ്ലറി. ഞങ്ങൾ സോ മെനി പീപ്പിൾ വിൽ സേ ദറ്റ് കണ്ണൂരിൽ വന്നാൽ ഭയങ്കര ആതിഥ്യവും ഹോസ്പിറ്റാലിറ്റിയുമാണ്. സോ ദാറ്റ് വുഡ് ബി എ റീസൺ ഫോർ അസ് ടു ലവ് അവർ ഡിസ്ട്രിക്ട് മോർ. ആൻഡ് ഇറ്റ് ഈസ് Ayurveda and holistic medicine have to be really looked into. I was just, Mirsar whispered into my ear just a few minutes back. I visited the place for tourism. The next stage of tourism is Kerala, Kannur. In Kerala, it's in Kannur, and Kannur, north of Kannur. It is a beautiful place. I think a lot of five-star hotels have come up, and that's true. The hotel industry in Kerala is looking towards a lot of growth, and I'm sure our energetic team will do that. I will just I curtail my dialogue with just one incident which we have to, or help they have to do us. Sir, actually we don't need any doles, no subsidy, nothing. We just need infrastructure, sir. We as industrialists or businessmen, ഞങ്ങൾക്ക് ഗവൺമെൻറ് ആ ഇൻഫ്രാസ്ട്രക്ചർ തന്നാൽ മതി. We don't want anything else. We will use our thing, and we will take this to better levels. All we have to do is roads, ports, air connectivity, and similar small things which they will be able to do from the government end. We must realize that we are in a competitive environment. If you give us 5 years tax holiday, what do we do on the 6th year? We don't want a company to be profitable because of only a tax holiday or a subsidy. The Kerala government has given 10% subsidy. We are only happy, sir. But overall, that please put our request in for infrastructure. That's all I ask. As a businessman, one point I would like to mention to you. We set up an industry here. Please, we should not be complaining. We knew Kerala. We knew we knew Kannur. We know the deficiency of Kannur. Just close by, the last hartal was more than 2 to 3 years back. I had a buyer coming in from Japan, and he called up and told me, "There is hartal. I can't meet you. I can't drive to Kannur." I said, "Don't worry. How far are you from Coimbatore?" He said 60 kilometers or something. Reach Coimbatore, I am getting into a car now, and I am reaching you and meeting you at 10 o'clock for dinner. So I never got anxious or angry or anything. This is Kerala. We accept it. People are very politically charged. That's good in one way, may not be good in many ways, but then we should not be complaining to anybody that we are at a losing wicket, or Kerala is doing this to me, or Kannur district is very. We should not. We knowingly came here, we set up industry here. Now we have to do with the industry, and with no complacences, we must run the industry well, and they are there to support us. I've never seen a ministry which is just dropping us like a brick. They have listened to us, they have seen what is possible to us, and then they have decided and adjudicated the matter for us. Please don't, that's my request, a fellow industrialists, a fellow businessmen. We have to take this forward. We are all in Kerala, in Kannur district, and we are in Malabar most probably, and it is our duty to see that we grow from strength to strength. എനിക്ക് തന്നിരിക്കുന്ന ടോപ്പിക്ക് മലബാറിലെ എക്കോസിസ്റ്റം എന്നുള്ള ഇൻഡസ്ട്രി എക്കോസിസ്റ്റം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. ഇപ്പം നേരത്തെ ഇപ്പം ഏറ്റവും അവസാനം സംസാരിച്ച മായൻക മുതൽ നേരത്തെ ഉദ്ഘാടന സ്വാഗത പ്രസംഗം മുതൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേകതയാണ് ഈ നമ്മുടെ നോർത്ത് കേരള അല്ലെങ്കിൽ നമ്മുടെ ഈ മലബാർ റീജിയൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ആളുകൾ തന്നെയാണ്. കേരളത്തിൻ്റെ അല്ലെങ്കിൽ മലബാറിൻ്റെ ഈ പ്രധാനം എന്ന് പറയുന്നത് ഒരു 4C എന്നുള്ള ഒരു ടോപ്പിക്കിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. 4C എന്ന് പറയുന്നത് ഒന്ന് ഇവിടുത്തെ കൾച്ചറാണ്, രണ്ടാമത്തത് ഇവിടുത്തെ കംറേഡറി, ഒരു കൂട്ടായ്മ, മൂന്നാമത്തത് കമ്മ്യൂണിറ്റി, നാലാമത്തത് കോണ്ടെക്സ്റ്റ്. ഈ കൾച്ചർ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു, ഒരു ആതിഥ്യ മര്യാദ ഉള്ള ആളുകൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ്. അത് കണ്ണൂരായാലും കോഴിക്കോടായാലും ഇതോടനുബന്ധിച്ച് മറ്റ് എല്ലാ ജില്ലകളിലും കാണുന്ന ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും നമ്മൾ മുമ്പ് കാലത്ത് അറബ് രാജ്യങ്ങളിൽ നിന്ന് കോഴിക്കോട്ടേക്ക്
ആളുകൾ വരികയും അവിടെ ബിസിനസ് നടത്തുകയും അത് പിന്നീട് തുടർന്ന് മറ്റുള്ള ബിസിനസ്സിലേക്കും പിന്നെ നമ്മൾ ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ആള് ദുബായ് പോലെയുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ ഉള്ള കാരണമായി മാറി നമ്മുടെ ഇവിടുത്തെ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായി അത് മാറി. ആ ഒരു കൾച്ചർ നമുക്കറിയാം. അത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും മറ്റ് ഈ ആളുകളെ സ്വീകരിക്കുന്ന കാര്യത്തിലായാലും തലശ്ശേരി നേരത്തെ പറഞ്ഞ തലശ്ശേരി ബിരിയാണി നമ്മളെ ഹോട്ടൽ ബിസിനസ് ടൂറിസം രംഗത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് സാധ്യതകൾ ഏകുന്ന ഈ പോയിന്റുകളാണ് ഇതെല്ലാം. ഭക്ഷണം, നമ്മുടെ മര്യാദ, നമ്മുടെ ഇവിടുത്തെ ഈ ഒരു ആളുകളോടുള്ള പെരുമാറ്റം. ഇപ്പം നമുക്കറിയാം പല സൗത്തിൽ നിന്ന് മറ്റ് ഭാഗത്തു നിന്നും കേരളത്തിൽ നിന്ന് ഈ ഭാഗത്തേക്ക് ജോലിക്ക് വന്ന ആളുകൾ ഒരിക്കലും ഈ പ്രദേശത്തെക്കുറിച്ച് നല്ലതേ അവരെല്ലാവരും പറഞ്ഞിട്ടുള്ളൂ. ആരും മോശമായിട്ട് പറഞ്ഞതായിട്ട് ഇതുവരെ നമ്മളാരും കേട്ടിട്ടില്ല. അത് തന്നെയാണ് നമ്മുടെ പ്രത്യേകത. പിന്നൊന്ന് മറ്റൊന്ന് നമ്മുടെ ഒരു കൂട്ടായ്മ. നമുക്കറിയാം ഈ മലബാർ പ്രദേശത്ത് ആളുകൾ കൂടിച്ചേർന്ന് അല്ലെങ്കിൽ സംഘടനകളായാലും സ്ഥാപനങ്ങളായാലും ഇവിടെ ആളുകൾ കൂടിച്ചേർന്ന് ബിസിനസ് ചെയ്യുന്ന പോലെ നിങ്ങൾ ഈ മലബാറിൻ്റെ പുറത്തേക്ക് നോക്കിയാൽ കാണില്ല. ഇവിടെ മതമോ ജാതിയോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളോ കൂട്ടായ്മകൾ ഉണ്ടാക്കുന്നതിൽ ഇവിടെ ഒരു തടസ്സമല്ല. നമ്മുടെ ഏറ്റവും ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ജ്വല്ലറി ഗ്രൂപ്പായിട്ട് മാറിയിട്ടുള്ള മലബാർ ഗോൾഡ് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ്. എത്ര പാർട്ട്ണർമാരാണ്, ആരെല്ലാമാണ് എന്ന് നമുക്ക് എല്ലാവരും അവരെ പരിചയപ്പെടുത്തുമ്പോഴാണ് നമ്മൾ പലപ്പോഴും അറിയുന്നത്. അപ്പം ആ രൂപത്തിൽ നമ്മളിപ്പോൾ കണ്ണൂർ എടുത്താലും ഇവിടെ ഒരു ജാതിയോ അല്ലെങ്കിൽ ഒരു മതമോ അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രദേശമോ ഇതൊന്നും നോക്കാതെ ആരുമായും അല്ലെങ്കിൽ എല്ലാവരും ഒരേപോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സാഹോദര്യം, കൂട്ടായ്മയാണ് നമ്മുടെ ഈ മലബാറിൻ്റെ പ്രത്യേകത. അത് നമ്മുടെ സംഘടനകളിൽ ഇപ്പം നമുക്കറിയാം കോഴിക്കോട് തന്നെ ഏകദേശം 24ഓളം സംഘടനകൾ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്പേസ് കൊടുത്തുകൊണ്ടാണ് മറ്റ് സംഘടനകൾ വർക്ക് ചെയ്യുന്നത്. ആരെയും നമുക്കറിയാം മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയി ഒരു സംഘടന വന്നാൽ അതിനെങ്ങനെ പാര വെക്കാം എന്ന് നോക്കുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാവരും പരസ്പരം സഹകരിച്ചും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പ്രദേശമാണ് ഇന്ന് മലബാർ എന്ന് പറയുന്നത്. മറ്റൊന്ന് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി, ഒരു കൂട്ടായ്മകൾ. ഇപ്പം നമുക്കറിയാം ഇന്ന് ഭാഷയുടെ അല്ലെങ്കിൽ അവരുടെ വേഷത്തിൻ്റെ അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിൽ പലപ്പോഴും ബോർഡുകൾ മറച്ചു വെക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇന്ന് ഈ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ മലബാർ പ്രദേശത്ത് ആ ഒരു ചിന്ത പോലും ഇന്ന ആളുടെ ഇന്ന വിഭാഗത്തിൻ്റെ ആണ് എന്നുള്ള ചിന്ത കൊണ്ട് ആ ഹോട്ടൽ കയറി ഭക്ഷണം കഴിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയോ ചെയ്യുന്ന ഒന്നും തന്നെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കില്ല. നമുക്കറിയാം കോഴിക്കോട് നിന്നുള്ള പാരഗൺ ഹോട്ടൽ ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും നല്ല ബിരിയാണി കിട്ടുന്ന ഒന്നാമത്തെ സ്ഥാപനമാണ് കോഴിക്കോടത്തെ പാരഗൺ ഹോട്ടൽ. അപ്പോൾ അവിടെ ഒരു വേർതിരിവ് ഒരിക്കലും നമ്മുടെ ഈ പ്രദേശത്തുള്ള ആളുകൾ ആരെങ്കിലും പുതുതായിട്ട് തുടങ്ങുന്ന സമയത്ത് അത് ആ പ്രദേശത്താണെങ്കിൽ അവരെ കൈമറന്ന് അതിനെ സഹായിച്ച് അതിനെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് നമുക്കുള്ള ഈ കൂടിച്ചേരുന്നതിനുള്ള കോണ്ടെക്സ്റ്റുകൾ. ഇപ്പോൾ കോഴിക്കോട് എടുത്തു കഴിഞ്ഞാൽ കോഴിക്കോട് ബീച്ച് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഏത് പ്രായക്കാരനാണെങ്കിലും വന്നിരിക്കാം, അവർക്ക് അവരുടേതായിട്ടുള്ള സമയം ചെലവഴിക്കാം. മറ്റ് സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ചിലപ്പോൾ ചില സ്ഥലത്ത് ചിലർക്ക് ഇരിക്കാൻ പാടില്ല, ചില വിഭാഗങ്ങൾക്ക് ഇരിക്കാൻ പാടില്ല. അവിടെ ചോദ്യങ്ങൾ ഉയർന്നു വരുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു പ്രദേശങ്ങളായി മാറുമ്പോൾ നമ്മുടെ മലബാറിനെ സംബന്ധിച്ചിടത്തോളം ആർക്കും അവരുടെ ഒരു സ്വകാര്യത നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ സ്വന്തം സമയം ചെലവഴിക്കാൻ അവർക്കൊരു ബുദ്ധിമുട്ടുമില്ലാത്ത രൂപത്തിലേക്ക് ഈ ഒരു പ്രദേശം നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വലിയ ആ വ്യത്യാസം കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മളൊരു ടോട്ടൽ പറയുന്ന സമയത്ത് ഇത് തന്നെയാണ്. ഇപ്പോൾ എനിക്ക് ആദ്യം തന്നിരുന്നത് നമ്മുടെ ഈ VKCയുടെ ഒരു സ്റ്റോറി പറയാമെന്നുള്ള നിലക്ക് ആണ് ആദ്യം ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ സ്റ്റോറിയും ഒക്കെ തന്നെ. കാരണം ഞങ്ങളുടെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് ഫാദറും അദ്ദേഹത്തിൻ്റെ ചില സുഹൃത്തുക്കളും കൂടി ആദ്യത്തെ കൂട്ടായ്മ ഉണ്ടാക്കി. ആദ്യം അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ ഉണ്ടാക്കി, പിന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഉണ്ടാക്കി. അത് മറ്റുള്ള ആളുകളെയും കൂടി കൂടിച്ചേർത്ത് അതൊരു മറ്റൊരു വലിയ ശൃംഖലയായി മാറി. നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിൽ തന്നെ
ഏറ്റവും കൂടുതൽ PU ചെരുപ്പുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥാപനമായി മാറാൻ വേണ്ടി സാധിച്ചു. അതൊരു കൂട്ടായ്മയുടെ ഒരു പിന്നെ നമുക്ക് പ്രത്യേകിച്ച് അറിയാം കോഴിക്കോട് നമ്മളിപ്പോൾ ഒരു മുമ്പ് അവിടെ ഈ തുടക്കത്തിൽ പ്ലൈവുഡ് തീപ്പെട്ടി കമ്പനികളായിരുന്നു. കണ്ണൂർ നമ്മൾ പ്ലൈവുഡ് കമ്പനി പറയുന്ന പോലെ, ടെക്സ്റ്റൈൽ കമ്പനി പറയുന്നത് പോലെ അവിടെ ഈ തീപ്പെട്ടി കമ്പനിയായിരുന്നു. അത് ഒരു കാലത്ത് ഒരാൾ തുടങ്ങി അതിൻ്റെ അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്ത് മറ്റുള്ളവരും അത് തുടങ്ങുന്ന ഒരു സ്ഥിതി വന്നു. അത് തിരിച്ച് കട്ടക്കമ്പനി തുടങ്ങുമ്പോഴും അവസാനമെത്തി നമ്മുടെ ചെരുപ്പ് വ്യവസായത്തിലെത്തി നിൽക്കുമ്പോഴും കേരളത്തിൻ്റെ അല്ലെങ്കിൽ കോഴിക്കോടിനെ മറ്റുള്ള സ്ഥലത്തിൽ നിന്നും ഒരു ഈ ഫുട്വെയറിൻ്റെ ഒരു ഹബ്ബായി മാറ്റാൻ വേണ്ടിയിട്ട് അവിടുത്തെ കൂട്ടായ്മ നമ്മുടെ വിവിധ സംഘടനകൾ KSSIA ഉൾപ്പെടെയുള്ള സംഘടനകൾ മുൻകൈ എടുത്തുകൊണ്ട് നടത്തിയ പ്രവർത്തനമാണ് ഈ പ്രത്യേക കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചത് എന്നുള്ളത്. അപ്പം ഈ രൂപത്തിൽ എല്ലാവിധ സാഹചര്യങ്ങളും ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടൂറിസത്തിന് അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ലോകത്തിലെ ആളുകളെ ആകർഷിക്കാൻ പറ്റുന്ന സ്ഥലമാണ്, പ്രത്യേകിച്ച് പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ മലബാർ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ നമ്മുടെ ആ ശക്തി, ആതിഥ്യ മര്യാദ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടായ്മ അല്ലെങ്കിൽ ഇവിടെയുള്ള സാഹോദര്യം അതും കൂടെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്ന ഒരു സ്ഥലമായിട്ട് ഇവിടെ മാറും. ഞാൻ ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് അടുത്ത മീറ്റിങ്ങോട് കൂടി ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ റീസൈക്ലബിൾ അല്ലെങ്കിൽ 100% സർക്കുലർ ചെരുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് കേരളത്തിലാണ് എന്ന് പറയാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഞങ്ങളെന്നും കൂടെ ഈ അവസരത്തിൽ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. അപ്പം ഈ നേരത്തെ പറഞ്ഞ പോയിന്റ് നമ്മുടെ അധ്യക്ഷ പ്രസംഗത്തിൽ അനീഷ് സാറ് പറഞ്ഞു, നമ്മുടെ ബഹുമാനപ്പെട്ട ആന്ധ്ര മുഖ്യമന്ത്രി ഈ ദാവോസിലെ മീറ്റിങ്ങിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ, എത്ര പേര് ആ വീഡിയോ കണ്ടെന്നൊന്ന് പറയാൻ പറ്റുമോ? അതെന്താ ആരും കാണാഞ്ഞെന്നറിയോ? അദ്ദേഹം കേരളത്തെക്കുറിച്ച് നല്ലതാണ് പറഞ്ഞത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രോഗ്രസീവ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ് കേരളം എന്ന് അദ്ദേഹം പറഞ്ഞത് കൊണ്ട് അത് നിങ്ങളിൽ പലരും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഒരു മിനിസ്റ്റർമാരെല്ലാവരും ഉള്ള മീറ്റിംഗ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജോയിന്റ് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം ഞാൻ മിനിസ്റ്റർ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ എല്ലാ മിനിസ്റ്റേഴ്സും അതിലുണ്ട് എന്ന് തോന്നുന്നത്. അപ്പോൾ ആ യോഗത്തിലാണ് അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും പ്രോഗ്രസീവായിട്ടുള്ള സംസ്ഥാനങ്ങൾ കേരളമാണ് എന്ന് നമ്മളെല്ലാവരും വ്യവസായത്തിൽ മുന്നിലാണ് അല്ലെങ്കിൽ മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന് പറയുന്ന ആന്ധ്രയുടെ മുഖ്യമന്ത്രി പറയുന്നത്. അത് പക്ഷെ നമ്മളാരും കണ്ടില്ല, നമ്മളിലേക്ക് ആരും എത്തിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇവിടുന്ന് ആര് പോയി എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് എല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും, എല്ലാവരും കൈപ്പൊക്കും, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നേരത്തെ പറഞ്ഞു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ റാങ്കിങ്ങിൽ 1ാമത് എത്തിയിട്ടുണ്ട്. അപ്പം ബഹുമാനപ്പെട്ട മിനിസ്റ്ററും അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റും നമ്മളോട് ചോദിക്കുന്നത് എന്താണ്, എനിക്ക് ഇന്ന പ്രശ്നമുണ്ട്, എൻ്റെ പ്രശ്നം ഇതാണ് എന്ന് പറയുന്നതിന് പകരം ഈ പ്രശ്നത്തിൻ്റെ കാരണം എന്താണ്, ഈ പ്രശ്നം എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞാൽ ഞങ്ങൾക്കത് എളുപ്പമാണ് എന്നാണ് അവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളെപ്പോഴും പ്രശ്നമേ പറയുള്ളൂ, എനിക്കത് കിട്ടിയില്ല, എനിക്കിത് കിട്ടിയില്ല. അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും, ആ കാര്യം നടക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു ബേസിക് കാരണം ഉണ്ടാവും. ആ കാരണം കണ്ടുപിടിച്ച് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. വലിയ മാറ്റങ്ങളാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മിനിറ്റ് ചെലവഴിച്ചാൽ നമുക്ക് 3.5 വർഷം ഒരു പേപ്പറും ഇല്ലാതെ സ്ഥാപനം നടത്താൻ ആവശ്യമായിട്ടുള്ള നിയമമുള്ള ലോകത്തിലെ തന്നെ ഏക സംസ്ഥാനം, ലോകത്തിലെ ഏക പ്രദേശം കേരളമായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഒരു മിനിറ്റ് ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തു കഴിഞ്ഞാൽ 3.5 വർഷം ലീഗലായിരിക്കണം. അത് നേരത്തെ മയൻക പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. നമുക്കും ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ നിറവേഴിച്ച് പീപ്പിൾ നേച്ചർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, നേച്ചർ പീപ്പിൾ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളാരും തടയാൻ പറ്റില്ല. നമുക്ക് ഇനിയും കുതിച്ച് ഉയരാൻ വേണ്ടി സാധിക്കും. അതിന് എല്ലാവർക്കും സാധിക്കട്ടെ. ഈ കോൺക്ലേവിൽ പങ്കെടുക്കാൻ സാധിച്ചതിലും ഇങ്ങനെ അവസരം തന്നതിലും അതിൻ്റെ ഭാരവാഹികളോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് മീറ്റിനും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.